ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവക വൃക്ഷാമിത്വം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്ഥേ അഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഗീതയിലെ 9-ാം അധ്യായത്തിൽ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ 15 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഭഗവത് വിഷയമായിരിക്കുന്ന ജ്ഞാനം തന്നെ യജ്ഞമാകുന്നു എന്ന് ശങ്കര ഭഗവത് പാദർ പറഞ്ഞിട്ടുണ്ട്. ആ ജ്ഞാനം തന്നെ പലവിധമുണ്ട്. നിത്യസത്യമായ വസ്തു ഒന്നേ ഉള്ളൂ എന്ന ദർശനത്തോടു കൂടി ചിലർ ഏകഭാവത്തിൽ ഉപാസിക്കുന്നവരുണ്ട്. പരമാത്മാവ് തന്നെയാണ് ശരീരം പ്രതി പൃഥക് ഭാവത്തിൽ, അതായത് അവ്യക്ത സ്വരൂപത്തിൽ പ്രകടമാകുന്നതെന്ന ദർശനത്തോടെ മറ്റു ചിലർ പലവിധമായിട്ട് ഉപാസിക്കുന്നു. ജ്ഞാനോപാസകന്മാർ ഏകത്വത്തെയും നാനാത്വത്തെയും പരമാത്മാവായി ദർശിച്ച് പല വിധത്തിൽ ഉപാസിക്കുന്നു എന്നതാണ്. അതായത് ഈ ഉപാസന രീതിയും ഈശ്വര സാക്ഷാത്കാരവും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവരവരുടെ സ്വഭാവം അനുസരിച്ച് വേണം. സ്വഭാവം എങ്ങനെയായാലും എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ആ ഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും അതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവരവർക്ക് യോജിക്കുന്ന വിധത്തിൽ, അതായത് അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, അവരവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതി അനുസരിച്ചുകൊണ്ട് തന്നെ അവരവരുടെ രീതിയിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാമെന്നർത്ഥം. കാരണം എല്ലാ ഭാവത്തിലും ഈശ്വരൻ തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഏകഭാവത്തിലോ വ്യത്യസ്ത ഭാവത്തിലോ അനേക ഭാവത്തിലോ ഒക്കെ ഈശ്വരനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ 15-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഏത് തരത്തിലൂടെ വേണമെങ്കിൽ അവരുടെ സ്വഭാവം വെച്ച് അത് പ്രായോഗിക തലത്തിൽ ചെയ്താൽ അതനുസരിച്ചുള്ള അവരവർക്ക് അതനുസരിച്ചുള്ള അനുഭവജ്ഞാനം ഉണ്ടാകും. അതാണ് ജ്ഞാനയജ്ഞേന ചാപന്യേ ചന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്തേന ബഹുധാ വിശ്വതോ മുഖം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഒരേ രീതി സൂട്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല എന്നർത്ഥം. ഇപ്പൊ നമ്മളെ ഉദാഹരണം പറഞ്ഞാല്, നമ്മളിപ്പോ ഈ പുണ്യതീർത്ഥത്തിലൊക്കെ പോയി സ്നാനം ചെയ്യുന്നുണ്ട്, ഗംഗയിൽ പോയി കുളിക്കുന്നുണ്ട്, രാമേശ്വരത്ത് പോയിട്ട് 22 തീർത്ഥത്തിൽ കുളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം പോയിട്ട് കുളിച്ചവരുണ്ടാവും? അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവം ഉണ്ടാകുക. ആ അനുഭവം പാപരാഹിത്യം വരാൻ വേണ്ടിയിട്ടാണ് ഈ തീർത്ഥസ്നാനമൊക്കെ നടത്തുന്നത് പറയുന്നു. അപ്പം ചിലര് ജന്മം മുഴുവൻ അത് അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുളിച്ചാലും അവർക്ക് പാപരാഹിത്യമോ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഡോറ് തുറക്കപ്പെടില്ല. എന്നാൽ എൻ്റെ പൂർവജന്മ ആ കൃതം കൊണ്ടാണോന്ന് അറിയില്ല, ഞാൻ ഒറ്റ പ്രാവശ്യം രാമേശ്വരം പോയിട്ട് 22 തീർത്ഥത്തിൽ കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ സ്വഭാവമൊക്കെ മാറി. അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവമൊന്നുമല്ല. എങ്ങനെ മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ നിലയിൽ വരെ എത്താൻ ആദ്യത്തെ വാതിൽപ്പടിയായിരുന്നു എന്നർത്ഥം. അപ്പൊ പൂർവജന്മാർജിതമായിട്ടുള്ള ആ പാപരാഹിത്യം വന്നപ്പോഴാണ് നമ്മൾ ഈ റൂട്ടിൽ കയറിയത്. അതും പൂർവാഭ്യാസേന തേനൈവ ക്രിയതേഖ്യ വശോ അഭിസജിജ്ഞാ സുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാധിവർത്തത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ആ പൂർവജന്മ ആ മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം ചെയ്തപ്പോൾ തന്നെ സാധിച്ചു എന്ന് പറഞ്ഞു. ഇതേപോലെ എത്രയോ പേരുണ്ട് രാമേശ്വരം പോയി ദർശനം തീർത്ഥത്തിൽ 22 തീർത്ഥത്തിൽ കുളിച്ച് അവരുടെ കാർന്നവന്മാരുടെ അല്ലെങ്കിൽ സാധാതി കർമ്മങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരണം. എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാവും. തനക്കൊടിയിലും വരെ പോയി കുളിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാവർക്കും ഒരേപോലെ ക്ലിക്കാകാത്ത എന്താ? ഭാഗവതത്തിനും ഗോകർണൻ തന്നെ ചോദിക്കുന്നുണ്ട്, പിശാചായിട്ട് മാറിയ ദുന്ദുകാരിയുടെ പ്രേതത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യഭഗവാന്റെ
ദർശനം കിട്ടി ഉപദേശമനുസരിച്ചുകൊണ്ട് ഭാഗവത സപ്താഹം നടത്തിയത്. ഒരൊറ്റ സപ്താഹം കൊണ്ട് തന്നെ ഈ പിശാചായിട്ട് മാറിയ ആത്മാവിന് സ്വർഗപ്രാപ്തി കിട്ടി. വിമാനം വന്ന് കൊണ്ടുപോയത് ഈ സൂക്ഷ്മ ശരീരത്തെ, അതായത് ഈ ദുന്തുകാരി പ്രേത പിശാചായിട്ട് മാറിയ ആൾക്കാണ് 7 ദിവസത്തെ സപ്താഹം കൊണ്ട് മോക്ഷം കിട്ടിയത്. അപ്പം എന്തുകൊണ്ട് സൂര്യനോട് തന്നെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങളും 7 ദിവസം കേട്ടതാണല്ലോ, ഞാൻ പറഞ്ഞതാണല്ലോ, ഗോകർണൻ ചോദിച്ചതാ, അത് ജ്ഞാനമാണല്ലോ. അപ്പം ഈ 7 ദിവസം കൊണ്ട് ഈ പിശാച രൂപത്തിലിരുന്ന, അല്ലെ പ്രേതം ആയിട്ട് മറ്റുള്ളവരെ വരെ അദൃശ്യ രൂപത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഈ ഒരു ആത്മാവിന് മോക്ഷത്തിന് കാരണമായി. ഞങ്ങളിത് ചെയ്തു, ഞാനിത് പാരായണം ചെയ്തത് അത് കേട്ടിട്ടാണ് ഈ ആത്മാവിന് ശാന്തി കിട്ടിയത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അവിടെയാണ് നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടോ മോക്ഷം കിട്ടുന്നവരുണ്ട്, പല പ്രാവശ്യം ചെയ്താലും മോക്ഷം കിട്ടാത്തവരുമുണ്ട്. പിന്നെ രണ്ടാമത് ഈ സൂര്യദേവന്റെ തന്നെ ഉപദേശപ്രകാരം വീണ്ടും ഗോകർണൻ സപ്താഹം നടത്തിയാണ് അവർക്കെല്ലാവർക്കും രണ്ടാമത്തെ പ്രാവശ്യം അവിടെ ഇന്ന് കേട്ട മഹാത്മാക്കൾക്ക് ഗോകർണ അടക്കം സ്വർഗപ്രാപ്തിയിലേക്ക് വിമാനം വന്നു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ എത്തിയാൽ എല്ലാവരും ഒന്ന് ഈശ്വരനിലേക്ക് ചേരുക എന്ന് പറയാ, തന്മയ ഭാവത്തിലേക്ക് ആ ഒരു ലെവലിൽ എത്തുന്നത് വരെ എല്ലാവരും അവരവരുടെ സ്വഭാവത്തിലാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നർത്ഥം. ഒന്നിലേക്ക് ആയിക്കഴിഞ്ഞാലോ പിന്നെ എല്ലാവരും ഒരേ ഭാവത്തിലാവും. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകും. അതാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം. ഇതിലും പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 14ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലേ, സതതം കീർത്തേൻ തോമാ വേദന്തശ്ചടാവൃത നമസ്സിന്റെ ഭക്തിയ നിത്യയുഗ്രാഭാസത എന്ന് പറയും. ഇതൊക്കെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ പിന്നെ ഒരേ ഭാവത്തിലേക്ക് എത്തുന്നർത്ഥം. ഈ വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്ന് ഒരേ സമഭാവത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാവരുടെയും സ്വഭാവം വ്യത്യസ്ത സ്വഭാവത്തിൽ നിന്നും സമഭാവത്തിലേക്ക് വരും. വാക്കിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ സ്വഭാവത്തിൽ നിന്നും സമഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് സതതം കീർത്തേൻ തോമാ വേദന്തശ്ചടാവൃത നമസ്സിന്റെ ശമാഭിത്യ. അതുപോലെ തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോഴാണ് ബോധയന്ത പരസ്പരം എന്ന് പറയുന്നത്. മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം. അപ്പം അവിടെയാണ് നമ്മുടെ ജ്ഞാനത്തിന്റെ ലെവല് ഒരേപോലെ ആകുക. അവിടെയാണ് മനസ്സിന്റെ വേവ്ലെങ്ത് വരും ഒരേപോലെ ആകുക എന്നർത്ഥം. അവിടെയാണ് സമദർശനം, അവിടെയാണ് സമാധി വരെ സാധ്യമാകും. സമാധി എന്ന് പറയുന്നതാണ് ഈശ്വരനിലേക്ക് ലയിക്കുക എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് ശരീരം പോലെ ഉപേക്ഷിച്ച് ലയിക്കുന്ന അവസ്ഥ. ഇത് പ്രാക്ടിക്കൽ തലത്തിൽ സമാധി അവസ്ഥ നമുക്ക് സുഷുപ്തിയിൽ കിടന്നുറങ്ങുന്നത് പോലെ ജാഗ്രതയിൽ സുഷുപ്തി അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുക. അതാണ് തുര്യ അവസ്ഥയിൽ അനുഭവിക്കാൻ സാധിക്കുക. അതാണ് അപ്പൊ ജ്ഞാനോപാസകന്മാർ ഏകത്വത്തെയും അനേകത്വത്തെയും നാനാത്വത്തെയും പരമാത്മാവായി ദർശിച്ച് ഉപാസിച്ച് സാക്ഷാത്കാരം നേടും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അഹം ക്രുതുരഹം യജ്ഞ സോതാഹമഹം ഔഷധം മന്ത്രോഹമഹം വേദ്യ അഹം അഗ്നിരഹം ഭൂതം. ഇനി ആ സർവ്വവ്യാപിത്വം ഈ സമദർശനത്തിലേക്ക് എന്തുണ്ടെങ്കിൽ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ്. എന്തൊക്കെ ഗുണം ഔഷധമായിട്ടോ, കൃതം അഹം, യജ്ഞ അഹം, സ്വാധ അഹം, ഔഷധം അഹം, മന്ത്രം അഹം, ആജ്യ അഹം, അഗ്നി അഹം, ഹുതു അഹം ഏവജ. യാഗം ഞാനാകുന്നു, സ്മൃതി പ്രോക്തമായിരിക്കുന്ന യജ്ഞം ഞാനാകുന്നു, പിതൃക്കൾക്കായുള്ള അന്നം ഞാനാകുന്നു. സാധാരണ കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്ന അന്നം ഭഗവാൻ തന്നെയാണ്. ഔഷധം ഞാൻ തന്നെയാണ്. മന്ത്രങ്ങളെല്ലാം ഞാൻ തന്നെയാണ്. ഹോമദ്രവ്യങ്ങളും ഞാനാകുന്നു. അഗ്നിയും ഞാനാകുന്നു. ആഹൂതിയും ഞാൻ തന്നെയാകുന്നു. അതായത് വേദോക്തമായിരിക്കുന്ന യാഗവും സ്മൃതിപ്രോക്തമായിരിക്കുന്ന യജ്ഞവും പിതൃക്കൾക്കായുള്ള സാധാതി കർമ്മങ്ങളും ഔഷധങ്ങളും മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും നെയ്യ് മുതലായ അഗ്നിയും ഹോമക്രിയയും ഞാൻ തന്നെയാകുന്നു. വിവിധ കർമ്മങ്ങളിലും അതിനുള്ള ഘടകങ്ങളും മറ്റെല്ലാ വസ്തുക്കളിലും ഉള്ള ഉണ്മ പരമാത്മാവാണെന്ന് ഇവിടെ വ്യക്തമാകും.
ഇത് രണ്ടും കൂടെ മന്ത്രവും ഔഷധവും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും അവിടെ രോഗമുക്തി വരെ സാധിക്കുക. നമ്മൾ ഇന്ന് ഭൗതികമായിട്ട് ആശുപത്രികൾ ചെയ്യുന്നത് ഒക്കെ ഭൗതിക ചികിത്സയാണ്. അതുകൊണ്ട് അതിനൊക്കെ സൈഡ് എഫക്റ്റും ഇല്ലെങ്കിൽ ഒന്നും മാറിയാലും മറ്റൊന്നായിട്ട് മാറും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതേസമയം ഇവിടെ പ്രകൃതിദത്തമായിട്ട് ഔഷധവും ഭഗവാനാണ്, മന്ത്രവും ഭഗവാനാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ ചികിത്സ നടക്കുക. പിന്നെ അങ്ങനെ ചെയ്യുന്ന രോഗകാരണത്തെ കണ്ടിട്ടായിരിക്കും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ആ പിഴുതോടെ അല്ലെങ്കിൽ ആ രോഗത്തെ ചുവടെ പറിച്ചെറിയാനുള്ള കഴിവ് അപ്പോഴാണ് ഉണ്ടാകുക. അപ്പൊ ഇതൊന്ന് ഈ അധ്യായത്തെ പറ്റി ഇത്രയധികം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, പെരിന്തൽമണ്ണ എന്ന അങ്ങാടിപ്പുറം നിന്നും ഈ മഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ അധികമൊന്നും പോകണ്ട, അങ്ങാടിപ്പുറം തന്നെയാണ് സ്ഥലം. അവിടെ ഒരു പൂങ്കുടി മന എന്ന് പറഞ്ഞൊരു മനയുണ്ട്. അവിടെ എന്താ പറയണേ, ചിലർക്കൊക്കെ അറിയാം, കേട്ടിട്ടുണ്ടാവും. അവിടെ മാനസിക രോഗത്തിന് ചികിത്സ നടക്കുന്ന സ്ഥലം. ഞാൻ ഈ ആധ്യാത്മികതയിലേക്ക് 2003 ഔദ്യോഗികമായിട്ട് തന്നെ ഗുരുവായൂർ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് വന്ന പ്രഭാഷണങ്ങളൊക്കെ പോകാൻ തുടങ്ങിയതൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 2004 അവിചാരിതമായിട്ട് എൻ്റെ ബ്രദർ ലോയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിചാരമായിട്ട് എന്താ പറയുക അങ്ങാടിപ്പുറം പോയി. അപ്പം അന്ന് എന്തോ അദ്ദേഹം പറഞ്ഞു, അവിടെ പൂങ്കുടി മനയിൽ എന്തോ ഒരു സംഗതി നടക്കണ്ടിരുന്നു, എന്തോ പ്രത്യേകത സെമിനാറോ എന്തോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കവിടെ നിന്ന് കയറാൻ പറഞ്ഞു. മൂപ്പരും ഞാനും കൂടെയാണ് അവിടെ പോയി കയറിയത്. അവിടെ ചെല്ലുമ്പം ഞാൻ ഒരു പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. എന്തായാലും എത്ര പ്രാവശ്യം കേട്ടാലും തെറ്റൊന്നുമല്ല, ഇതൊക്കെ നേരിട്ടുള്ള അനുഭവമാണ്. അവിടെ ചെല്ലുമ്പോൾ സെമിനാർ ആരംഭിച്ചിരിക്കണം. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ആ സെമിനാർ മാനേജ് ചെയ്യുന്ന ഒരു വേദപണ്ഡിതനായിരിക്കുന്ന ജാതവേദൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് വേദത്തിൻ്റെ പാണ്ഡിത്യത്തിന് അവാർഡും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹമാണ് അത് നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഈ സബ്ജക്റ്റ് വിഷയം എടുത്തിട്ട്, അതായത് മാനസിക രോഗവും ചികിത്സയുമാണ് വിഷയം. അപ്പോൾ ഇദ്ദേഹം അതേപ്പറ്റി പറയുമ്പം ആധ്യാത്മിക ഒരു വഴി ഇല്ലെങ്കിൽ ചികിത്സ, ഭൗതികമായ ചികിത്സ മറ്റൊരു വഴി, രണ്ടും രണ്ടാണ്. ഭൗതികതയും ആത്മീയതയും രണ്ടും രണ്ടാണെന്ന് വാദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സെമിനാർ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഭാഷ്യം കുറേ നേരം ഞാൻ കേട്ടു. എന്നിട്ട് അപ്പം ഇദ്ദേഹം എപ്പോഴും പറയുന്നത് രണ്ടും രണ്ടാണ്, ഒന്നായിട്ട് ഒരിക്കലും സങ്കല്പിച്ച് പറയുന്നില്ല. അപ്പം രണ്ടും രണ്ട് വഴിക്കാണ് ആത്മീയതയും ചികിത്സയും, ഇല്ലേ ഭൗതികമായ ചികിത്സയും ശരീരവും ആത്മാവും രണ്ടും രണ്ടാണെന്ന് വാദിക്കുന്ന ഒരു വേദപണ്ഡിതൻ്റെ വർത്തമാനം കേട്ടപ്പം എനിക്ക് ധാർമ്മിക രോഷം തന്നെ ഉണ്ടായി. അങ്ങ് പറയുന്ന തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടും കൂടെ ചേരാതെ ഒരിക്കലും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സെമിനാറാകുമ്പോൾ ആർക്കും പങ്കെടുക്കാമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശാഭിപ്രായം പറയാം. അപ്പം ഞാൻ വിഷയത്തിൽ ഖണ്ഡിച്ചു. അപ്പോൾ പബ്ലിക് പറഞ്ഞു, അങ്ങ് വേദിയിലെത്തിയിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ വേദിയിലെത്തിയിട്ട് ഞാനിത് അവിടെ നടക്കുന്ന ചികിത്സ, എനിക്ക് ആ പൂങ്കുടി മനയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് അവിടെ ഉള്ളവരെ അറിയില്ല, അവിടുത്തെ ചികിത്സാ രീതികളോ എന്താണ്. എന്തായാലും അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഭഗവതി പ്രതിഷ്ഠയാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ ആയുർവേദമാണ് ചികിത്സ നടക്കുന്നത്. അപ്പോൾ ഞാൻ വാദിച്ച് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, മരുന്നും മന്ത്രവും കൂടെ ചേർന്നിട്ടാണ് ഈ പൂങ്കുടി മനയിൽ പോലും മാനസിക രോഗത്തിന് ചികിത്സ നടത്തുന്നത്. അതല്ലെങ്കിൽ ഈ ഇല്ലത്തുള്ളവർ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഇല്ലത്തുള്ളവരെ ആരെയും പരിചയമില്ല, അവിടുത്തെ ചികിത്സാ രീതികളെ പറ്റി യാതൊരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഖണ്ഡിച്ചു പറഞ്ഞു. അന്ന് ഞാൻ ഗീതയിൽ ഈ ശ്ലോകമൊന്നും അത്ര വേദോക്തമായിരിക്കുന്ന യാഗവും സ്മൃതിപ്രോക്തമായിരിക്കുന്ന യജ്ഞവും പിതൃക്കൾക്കായുള്ള ശ്രാദ്ധാദി കർമ്മങ്ങളും ഔഷധവും മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും നെയ്യും
അല്ലെങ്കിൽ ആ ഹോമദ്രവ്യങ്ങളാണ് നെയ്യും മറ്റുള്ള വസ്തുക്കളെയും പറയുന്നത്. അഗ്നിയും ഹോമക്രിയയും ഹോതാവും എല്ലാം ഞാൻ തന്നെ ആകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇത് പഠിച്ചതൊക്കെ പിന്നീടാ. പക്ഷെ അവിടെ ഞാൻ വാദിച്ചു, ഇവിടെ രോഗത്തിന് ചികിത്സ നടത്തുന്നത് മന്ത്രവും മരുന്നും ഉപയോഗിച്ചിട്ടാണ്. മരുന്ന് ഭൗതികമാണ്, മന്ത്രം ആത്മീയമാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടല്ലേ ഇവിടെ ചികിത്സ നടത്തുന്നത്. അപ്പൊ രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടല്ലേ ഇവിടെ ചികിത്സ നടക്കുന്നത്. അല്ലെങ്കിൽ ഇല്ലത്തുള്ളവർ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഈ വിഷയം അവതരിച്ച ആള് വേദി വിട്ടുപോയി. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് സമ്മതിക്കാൻ എന്തോ അതിർത്തി വന്നിട്ട് അദ്ദേഹം വേദി വിട്ടുപോയി, ഇറങ്ങിപ്പോയി. വേദപണ്ഡിതനാ, ഡോക്ടറേറ്റ് കിട്ടിയ ആളാ, ബ്രാഹ്മണനാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം ഭൗതികമാണ്, അതിലിരിക്കുന്ന ജീവൻ ആത്മീയമാണ്. ഇത് രണ്ടും കൂടെ ചേരാതെ എനിക്ക് ഞാനെന്നോ എൻ്റെന്നോ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അത് അങ്ങയ്ക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാണെങ്കിൽ എങ്ങനെയാ സാധിക്കാതെ? അങ്ങ് പറയുന്ന ദ്വൈതമാണ്, ഞാൻ പറയുന്ന അദ്വൈത പറയുന്നതെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. സെമിനാറൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അത് സമർപ്പിച്ചത് ഇല്ലത്തുള്ളവരാ. ഇദ്ദേഹം പിന്നെ എങ്ങോട്ടാ പോയ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനോ ഊണ് കഴിക്കാൻ വരെ നിന്നില്ല എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഇല്ലത്തുള്ളവർ എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചിട്ട്, എന്നെയും ബ്രദർ ലോയും രണ്ടുപേരെയും അകത്ത് കഴിച്ചിട്ട് ഭക്ഷണം കൊണ്ടുപോയി ഇരുത്തിയെന്ന് മാത്രമല്ല, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങ് പറഞ്ഞതാണ് ശരിയെന്ന് ഇല്ലത്തുള്ളവർ സമ്മതിച്ചു. ഞങ്ങളത് ഔദ്യോഗികമായിട്ട് അവിടെ വേദിയിൽ പറയാതിരുന്നത് അദ്ദേഹത്തെ സെമിനാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനെ കണ്ണിച്ച് അങ്ങ് പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അദ്ദേഹത്തെ അപമാനിക്കലാവുമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങയ്ക്ക് പുറത്തുനിന്ന് വന്ന് പറയാം, അത് പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾ പറയുമ്പം അത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക. എന്നിട്ട് തന്നെ അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞു സത്യം വെളിപ്പെടുത്താന്നുള്ള എൻ്റെ ധർമ്മം, ഞാനിവിടെ അവിചാരിതമായിട്ട് വന്നതാ പറഞ്ഞു. എന്തായാലും അങ്ങ് പറഞ്ഞത് നന്നായി, ഇവിടെ അങ്ങ് പറഞ്ഞതാണ് ശരി, മന്ത്രവും മരുന്നും കൊണ്ടാണ് ഇവിടെ ചികിത്സ നടത്തിയെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഭഗവാൻ തന്നെയാണ്. അവിടെ ദേവിയെ ഉപാസിക്കുന്ന ആ ദേവിയുടെ മുമ്പിൽ മാനസിക രോഗത്തിന് ചികിത്സ നടത്തുന്നത് മന്ത്രം ജപിച്ചു കൊടുക്കുന്ന നെയ്യാണ് അവിടെ സേവിപ്പിക്കുന്നത്. അതാണ് അവർക്ക് രോഗമുക്തിക്ക് കാരണമായി ഭവിക്കുന്നത്. അപ്പൊ രണ്ടായിട്ട് കണ്ടാൽ എങ്ങനെയാ സാധിക്കാതെ? അത് കഴിഞ്ഞിട്ട് ഗീതാശാസ്ത്രം കൂടെ ഈ ശ്ലോകം പഠിച്ചാൽ മതിയല്ലോ. ഔഷധവും മന്ത്രവും ഞാനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർന്നാലേ യഥാർത്ഥ ചികിത്സ നടക്കൂ. ഇങ്ങനെ ഗീതയിൽ പറയാത്ത ഒരു കാര്യവും ഇവിടെ പ്രാക്ടിക്കലായിട്ട് ആർക്കും ചെയ്യാൻ സാധ്യമല്ല, ചെയ്യുന്നില്ല. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സോഴ്സ് എന്താണെന്നുള്ളത് ശരിക്കും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ചികിത്സ. നിങ്ങൾ അലോപ്പതി മരുന്ന് കഴിച്ചാലും മന്ത്രം ജപിച്ചുകൊണ്ട് കഴിച്ചു നോക്കൂ, അതിൻ്റെ എഫക്റ്റ് മാറും. പ്രകൃതിയിൽ നിന്നുണ്ടാക്കുന്നതാണല്ലോ അലോപ്പതി മരുന്നും. എന്തായാലും കെമിക്കലോ വാട്ടർ ഈശ്വരൻ്റെ സൃഷ്ടിയിലില്ലാത്തത് എന്ത് കൂട്ടിയിട്ടാ മരുന്നുണ്ടാക്കാൻ സാധിക്കും? ഒന്നും സാധിക്കില്ല. അതിന് വ്യത്യസ്ത അലോപ്പതിയും ആയുർവേദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വ്യത്യസ്തമായ പേര് കൊടുക്കുന്നു എന്നുള്ളൂ. പക്ഷേ ഏത് മരുന്നും ഭഗവാന്റെ തന്നെ വിഭൂതിയാണെന്ന് മനസ്സിലാക്കുകയും അത് മന്ത്രം, അതായത് അറ്റ്ലീസ്റ്റ് മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വര വിചാരത്തോടുകൂടി ചികിത്സ നടത്തിയാൽ രോഗമുക്തി ഉറപ്പാണെന്നർത്ഥം. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിച്ചോണ്ട് മരുന്ന് കഴിച്ചോളൂ നിങ്ങൾ, രോഗമുക്തി ഉറപ്പാ. എനിക്ക് സാധിച്ചല്ലോ, ഞാൻ സാധിച്ച കാര്യം പറയണേ. എനിക്ക് രോഗമുക്തി കിട്ടിയത് മരുന്നും മന്ത്രവും കൊണ്ടാ. ഇപ്പം മരുന്ന് വേണ്ടാത്ത അവസ്ഥയായി. ആ മന്ത്രം എന്നാ നിർത്തിയിട്ടുണ്ടോ? അതുമില്ല. മന്ത്രമാണ് ശക്തി. മരുന്നിന് ശക്തി പകർന്നത് ഈ മന്ത്രമാണെന്നർത്ഥം. ഇങ്ങനെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ ഇതിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കണം, അനുഭവിച്ചറിയണം. അതിനാണ് രാജവിദ്യ രാജമുഖ്യം ഭഗവാൻ പറഞ്ഞത്. വിവിധ കർമ്മങ്ങളും അതിനുള്ള ഘടകങ്ങളും മറ്റെല്ലാ വസ്തുക്കളിലും ഉള്ള ഉണ്മ പരമാത്മാവാണ്. അതാണ് ഞാൻ പറഞ്ഞ, അലോപ്പതി ആയാലും വേണ്ടില്ല, ഈ മരുന്ന് നിങ്ങൾ കഴിക്കുമ്പം
നിങ്ങൾ വിഷ്ണു സഹസ്രനാമം അതുപോലെ ഏതെങ്കിലും ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട്, ധന്വന്തരി മന്ത്രമോ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വന്നാൽ ആ മരുന്നിനെ ഈ മന്ത്രത്തിൻ്റെ ശക്തി കൂടെ കിട്ടും. നിങ്ങൾ പച്ചവെള്ളത്തെ ഔഷധമാക്കി മാറ്റാൻ പറ്റും, മന്ത്രം ജപിച്ചാൽ മതി. അതാ സഹസ്രനാമം. പച്ചവെള്ളം നമ്മൾ കിണ്ടിയിലോ പാത്രത്തിലോ വെച്ചിട്ട് അതിൽ പുല്ലൊക്കെ ഇട്ടിട്ട് പുല്ല് പിടിച്ചുകൊണ്ട് ജപിച്ചാൽ കുറച്ചുകൂടെ എനർജി ട്രാൻസ്മിഷൻ കൂടുതലായിട്ട് നടക്കും. അല്ല, നിങ്ങൾ വെറുതെ ശബ്ദബ്രഹ്മം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കാവുന്ന അത് ജപിച്ചാൽ തന്നെ അതിൻ്റെ എനർജി ഈ ജലത്തിലേക്ക് പകരും. കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ജലത്തിനാണ്. അതുകൊണ്ട് അത് ആഗിരണം ചെയ്തോളൂ. അപ്പോൾ തീർത്ഥമാക്കി സഹസ്രനാമം ജപിച്ചിട്ടൊക്കെ ആ തീർത്ഥം ഒരു തുള്ളി കഴിച്ചാൽ മതി, അത് ഔഷധ ഗുണം. ഇതൊക്കെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അതില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിനെപ്പറ്റി യാതൊന്നും അന്വേഷിക്കലുമില്ല, പിടിക്കലുമില്ല, പറയലുമില്ല, ജിജ്ഞാസയില്ല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടിട്ട് അതാ ശരിയെന്ന് ധരിക്കുകയും കൂടെ ചെയ്യുക. അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. അവിടെ അത് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജ്ഞാനത്തെ വിജ്ഞാനമാക്കൂ എന്ന് പറഞ്ഞത്. ഭഗവാൻ പറയുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ നമ്മൾ വിജ്ഞാനമാക്കണമെങ്കിൽ ഔഷധത്തെ നിങ്ങൾ മന്ത്രത്തോടു കൂടി ജപിക്കുക, അപ്പം തന്നെ കഴിക്കുക. അപ്പം ആ മരുന്നിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഉള്ള സൈഡ് എഫക്റ്റ് പോലും ഉണ്ടാവില്ല. അലോപ്പതി മരുന്നുകൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തിനും കഴിച്ചാലും മരുന്ന് കഴിച്ചാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നിസ്സാരം നിങ്ങൾ മരുന്നിനെ ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ 500 ഇല്ലേ അതുപോലുള്ള ഡോസേജ് കൂടി ഇതൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് അപ്പോഴത്തെ റിലാക്സ് ആകും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൺസിക്വൻസസ് എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ആൻറ്റിബയോട്ടിക് ഡോസ് കൂടിയ മരുന്ന് കഴിച്ചാൽ അതിലേറ്റവും വലിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാവും. നിങ്ങൾ മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് കഴിക്കാതിരുന്നാലും 7 ദിവസം, ഒരാഴ്ച കൊണ്ട് മാറും. ഇതിൽ എങ്ങനെ കഴിച്ചാലും ജലദോഷം വന്നിട്ടോ പനി വന്നിട്ടോ വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ 7 ദിവസം വരെയാണ് അതിൻ്റെ എഫക്റ്റ് നിൽക്കുക. കൊതുക് കടിച്ചിട്ട് പനി വന്നാലും വേണ്ടില്ല, കൊതുകിൻ്റെ ആയുസ് പോലെയാണ്, 7 ദിവസമുള്ളൂ അതിൻ്റെ പ്രശ്നം. കൊതുകിനെ ആയുസ് 7 ദിവസമുള്ളൂ. അപ്പോൾ കൊതുക് കടിച്ചാലോ അതിൻ്റെ എഫക്റ്റ് 7 ദിവസം വരെ നിൽക്കുള്ളൂ, അത് കൂടുതൽ നിൽക്കില്ല. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു പോകും, ഇല്ലാതെയാകും എന്നർത്ഥം. അപ്പം ഇങ്ങനെ ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഈശ്വരൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നും നടക്കില്ല എന്നർത്ഥം. അതൊന്നും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കും. വിവിധ കർമ്മങ്ങളിലും വിവിധ ഘടകങ്ങളിലും മറ്റെല്ലാ വസ്തുക്കളിലും ഉള്ള ഉണ്മ എന്തിനായാലും എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടായിട്ടുള്ള നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നത്, അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ആ ശക്തിയാണ് ഉണ്മ. സത്യം എന്താണോ അത് ഭഗവാന്റെ സാന്നിധ്യമാണ്. അതില്ലാതെ ഒരു മണൽത്തരി പോലും ഈ പ്രപഞ്ചത്തിൽ നിൽക്കില്ല. പിതാമഹസ്യ ജഗതാ മാതാ ദാതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം ഋക്ക് സാമയതുരേവച. അസ്യ ജഗതാ പിതാഹ, ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും, മാതാപിതാഹ ദാതാ പിതാമഹനും കർമ്മഫലദാതാവും, വേദ്യം പവിത്രം അറിയപ്പെടേണ്ടതും ശുദ്ധവും, പവിത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധം, വേദ്യം അറിയപ്പെടേണ്ടത്, ഓങ്കാരവും, ഋക്ക് സാമ യജുരേവച, ഋക്ക് സാമം യജുർ വേദങ്ങളും എന്ന് പറഞ്ഞാൽ അഥർവവേദവും, ച എന്നൊരൊറ്റ ശബ്ദത്തിന് അഥർവവേദവും എന്ന് വ്യാഖ്യാനിക്കാമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ജീവികൾക്ക് കർമ്മങ്ങളുടെ ഫലത്തെ കൊടുക്കുന്നവനും അറിയപ്പെടേണ്ടതും പരിശുദ്ധവുമായ ഒരേ ഒരു വസ്തു ഓം എന്ന പ്രണവവും മന്ത്രവും ഋക്ക് സാമം രജസ് എന്നിങ്ങനെയുള്ള വേദങ്ങളും ഞാൻ തന്നെയാകുന്നു. അപ്പം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഭഗവാൻ തന്നെയാണ്. ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ പിതാവും മാതാവും ഒക്കെ ഭഗവാൻ തന്നെയാണ്. എൻ്റെ പിതാവും മാതാവും ഒന്നും വ്യത്യാസമില്ല, നിങ്ങളുടെയും പിതാവും മാതാവും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മളൊക്കെ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് നമ്മൾ കാണണം. ആ അച്ഛനും അമ്മയും ഭഗവാൻ തന്നെയാണ്.
അപ്പൊ അത് വെളിപ്പെടുത്തുന്ന വേദങ്ങളായിക്കോട്ടെ, 3 വേദങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നതെങ്കിലും അവിടെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് ച എന്ന ശബ്ദം, അതായത് ഋക്ക് സാമ യജുരേവ ച എന്ന് പറഞ്ഞാൽ ഋഗ് യജുസ സാമം എന്ന വേദങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ച എന്ന ശബ്ദത്തിന് അത് അഥർവ വേദമായിട്ടും എടുക്കാം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 വേദങ്ങളും ഭഗവാൻ തന്നെയാണ്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അത് ദേവമാണ് താൻ. പദമൊന്നും തിരിച്ചിട്ട്, അക്ഷരം തിരിച്ചിട്ടാ ദേവം എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഖുർ പ്രഭ പ്രളയസ്ഥാനം ദാനം ബീനമുഭയം. ഗതിർഭർത്ത പ്രാപ്യസ്ഥാനവും ഭരിക്കുന്നതും, പ്രഭു സാക്ഷി നിയന്താവും സാക്ഷിയും, നിവാസ ശരണം എല്ലാറ്റിൻ്റെയും ഇരിപ്പിടവും ആശ്രയവും, സുഹൃത്ത് പ്രഭവ ഹിതകാരിയും ഉത്ഭവസ്ഥാനവും, പ്രളയസ്ഥാനം ലയസ്ഥാനവും ആധാരവും, നിധാനമഭയം നിക്ഷേപസ്ഥാനവും, നശിക്കാത്ത ബീജം അഹം ബീജവും ഞാൻ തന്നെയാകും, പ്രാപ്യസ്ഥാനവും അതായത് പ്രാപിക്കേണ്ടവനും ഭരിക്കുന്നവനും സർവത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നവനും സർവത്തിൻ്റെയും ഇരിപ്പിടവും ആശ്രയവും ഹിതത്തെ ചെയ്യുന്നവനും, ഉൽപ്പത്തിസ്ഥാനവും ലയസ്ഥാനവും എല്ലാത്തിനും ആധാരവും സർവത്തിൻ്റെ നിക്ഷേപസ്ഥാനവും ഒരിക്കലും നശിക്കാത്ത കാരണവസ്തുവായിരിക്കുന്ന ബീജവും ഞാൻ തന്നെയാകുന്നു. സാധാരണയായി വിത്ത് മുളച്ച് കഴിയുന്നതോടെ വിത്ത് നാശമടയും. പരമാത്മാവായിരിക്കുന്ന ബീജം അങ്ങനെ നശിക്കുന്നതല്ല, നശിക്കാത്ത ബീജം തന്നെയാകുന്നു എന്നർത്ഥം. ഏത് വിത്ത് നമ്മളെ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടാൽ ആ വിത്ത് മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് വിത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചത് അത് താമസമില്ലാതെ അത് നശിച്ചു പോകും. നമ്മൾ ശരീരം നശിച്ചു പോകുന്ന പോലെ നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന ബീജത്തെ പകർന്നു നൽകി കഴിഞ്ഞാൽ, നമ്മുടെ പരമ്പരയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിരുന്നത്. അതേപോലെയാണ് ഒരു വസ്തു, ഒരു സസ്യലതാദികളില്ല അന്നത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ ബീജം വിത്ത് നമ്മളിട്ടാൽ ഓട്ടോമാറ്റിക് ആ ബീജം മുളച്ച് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിത്ത് ആയിട്ട് നമ്മൾ ഇട്ടത് എന്താണോ അതില്ലാതെയാകും. പിന്നെ ഇത് മുളച്ച് വലുതായിട്ട് അതിൽ നിന്ന് വീണ്ടും ബീജം ഉണ്ടാകുകയും ചെയ്യും. ബീജം വഹിക്കുന്ന ആ വിത്ത് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശാശ്വതമായ പാപിസ്ഥാനം ഭഗവാൻ തന്നെയാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. സകലത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സർവ്വതിൻ്റെയും ഇരിപ്പിടവും ആശ്രയവും ആധാരസ്ഥാനവും ഹിതത്തെ ചെയ്യുന്നവനും ഭഗവാൻ തന്നെയാണ്. അർത്ഥാത് ഉൽപ്പത്തി സ്ഥാനവും ലയസ്ഥാനവും ഭഗവാൻ തന്നെയാണ്. അതിനാധാരമായിട്ട് നിൽക്കും സർവത്തിൻ്റെ നിക്ഷേപസ്ഥാനവും ഭഗവാൻ തന്നെയാണ്. ഒരിക്കലും നശിക്കാത്ത കാരണവസ്തു എന്ന് പറയുന്നത് ആ ബീജവും ഭഗവാൻ തന്നെയാണ്. എല്ലാത്തിൻ്റെ ഉൽപ്പത്തിക്ക് ആധാരമായിട്ട് വർത്തിക്കുന്ന ഏതൊരു വിത്താണോ അത് ഭഗവാൻ തന്നെയാണെന്നാണ് പറയുന്നത്. തപാമ്യ അഹം വർഷം നിഗ്രഹണാമ്യ വിസജാമ്യത അമൃതം ചൈവ മൃത്യും ച സഹസ്രാകം അർജുന. അല്ലേ അർജുന, ഞാൻ ലോകത്തിന് ചൂട് നൽകുന്നു, മായയെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. മരണമില്ലായ്മയും മരണവും അനശ്വരത്വവും നശ്വരത്വവും സത്വം അസത്വം ഉണ്മയും ഇല്ലായ്മയും ഞാൻ തന്നെയാകുന്നു എന്നർത്ഥം. എവിടേക്ക് എന്തൊക്കെ ചുരുക്കി പറഞ്ഞാൽ
സൂര്യൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെയാണ്. മഴ തടഞ്ഞു നിർത്തുന്നതും മഴ പെയ്യ്ക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മരണവും മരണമില്ലായ്മയും ഭഗവാൻ തന്നെയാണ്. സത്തും അസത്തും ഭഗവാൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഗുണങ്ങൾ പ്രകടമാകുന്നുണ്ടോ, ഏത് ഗുണം കൊണ്ടാണോ എന്നുണ്ടായിട്ട് നശിക്കുന്നത്, അതൊക്കെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്ന് ആത്യന്തികമായിട്ട് അറിയാം. ഭഗവാന്റെ അംശമല്ലാത്തത് മറ്റൊന്നുമില്ല. ഇവിടെ അസത്ത് എന്ന പദം കൊണ്ട് തീരെ ഇല്ലാത്ത എന്ന അർത്ഥം ധരിക്കരുത്. അത് സത്ത് എന്നതിന് സൂക്ഷ്മമായിരിക്കുന്ന കാരണത്തെ സംബന്ധിച്ച് അറിയപ്പെടുന്ന സ്ഥൂലമായ തൽക്കാര്യം എന്നും അസത്ത് എന്നതിന് അതിൻ്റെ വിപരീതമായിരിക്കുന്ന സൂക്ഷ്മ അവസ്ഥ എന്നുമാണ് താല്പര്യം എന്ന് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ പ്രകൃതി ശക്തികളെല്ലാം ഭഗവാന്റെ ചൂടും തണുപ്പും മഴയും മഴയില്ലായ്മയും ഈ പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെ കാരണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം, ആശ്രയത്വം, അധിഷ്ഠാനം ഭഗവാൻ തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം മഴ പെയ്യുന്നതും മഴ പെയ്യാതിരിക്കുന്നതും, വെയിൽ ഉണ്ടാകുന്നതും വെയിൽ ഇല്ലാതിരിക്കുന്നതും, ചൂട് അനുഭവിക്കുന്നതും ചൂടില്ലാതിരിക്കുന്നതും ഒക്കെ ഏത് തരത്തിലാണെങ്കിലും വേണ്ട അതിനൊക്കെ സോഴ്സ് ഭഗവാൻ തന്നെയാണ്. അഥവാ ഭഗവാന്റെ സാന്നിധ്യം മാത്രം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ പോയാൽ അത് ബന്ധനമുണ്ടാക്കുമെന്ന് പറയുന്നതാണ് 20ാമത്തെ ശ്ലോകം. ത്രൈവിദ്യ മാം സോമഭാ ഭൂതഭാവ യജ്ഞേതിഷ്ഠാം സ്വർഗതീം പാർത്ഥയന്തേ തോ പുണ്യമാസാദ്യ സുരന്തലോക മത്സ്യന്തി ദിവ്യാൻ ദേവിദേവഭോഗാൻ. വേദത്രയോക്ത കർമ്മങ്ങൾ, അതാണ് ത്രൈവിദ്യ എന്ന് പറയുന്നത്. 3 വേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ത്രൈവിദ്യ 3 വേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ത്രൈവിദ്യ വേദത്രയോക്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ഇവിടെ ത്രൈവിദ്യ. 3 വേദങ്ങൾ അനുസരിച്ചുകൊണ്ട് വൈദിക കർമ്മങ്ങൾ അഥവാ പൂജാതി കർമ്മങ്ങൾ, വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ. യജ്ഞമാം ഇഷ്ട, യാഗങ്ങളെ കൊണ്ട്, യജ്ഞങ്ങളെ കൊണ്ട് യജിച്ചിട്ട് സോമപാ ഭൂതപാ, സോമപാനം ചെയ്യുന്നവന് പാപം സ്വർഗാദി പാർത്ഥയന്തേ, അവർ പുണ്യഫലമായിരിക്കുന്ന ഇന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് പുണ്യം സുരേന്ദ്രലോകം ആസ്യാദ്യ, അവർ പുണ്യഫലമായിരിക്കുന്ന ഇന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് ദിവ്യാൻ ദേവഭോഗാൻ, സ്വർഗത്തിൽ ദിവ്യങ്ങളായിരിക്കുന്ന ദേവഭോഗങ്ങളെ അശ്നന്തി അനുഭവിക്കുന്നു. ഋക്ക യജസ് സ്വാമം എന്നീ 3 വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ യാഗങ്ങളെ കൊണ്ട് പൂജിച്ചിട്ട് യജ്ഞശിഷ്ടമായിരിക്കുന്ന സോമപാനം ചെയ്ത് പാപരഹിതനായി സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ പുണ്യഫലമായിരിക്കുന്ന സ്വർഗത്തെ പ്രാപിച്ചിട്ട് അവിടെ ദിവ്യങ്ങളായിരിക്കുന്ന ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇപ്പം ഈ വേദവൈദിക കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നത് പുണ്യഫലത്തെ ഉണ്ടാക്കും. ആ പുണ്യഫലം ഉണ്ടായാൽ പിന്നെ അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടും വരേണ്ടി വരുന്നത്. അഥവാ ഈ ജന്മം കൊണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഈ ജന്മം ചെയ്യുന്ന യജ്ഞങ്ങളോ യാഗങ്ങളോ പൂജാതി കർമ്മങ്ങളുടെ ഫലമൊക്കെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി അതനുസരിച്ചുള്ള ജന്മം കിട്ടും. നമ്മൾ ഈ ജന്മത്തിൽ ഈ ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ വീണ്ടും ജന്മം എടുത്ത് വരേണ്ടതൊന്നും വരില്ല. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ പുണ്യ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പലർക്കും അറിയില്ല. 90% ആൾക്കാരും പ്രേയസിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അത് നേടാൻ വേണ്ടിയിട്ട് ഈ പുണ്യഫലത്തെ ഉണ്ടാക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തും. അത് യഥാർത്ഥത്തിൽ കർമ്മശുദ്ധിക്ക് ഉതകുന്ന വിധത്തിൽ നിൽക്കാൻ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ
കൺസിക്വൻസീസ് അത് പങ്കാളികൾക്കുണ്ടാകും എന്ന് മാത്രമല്ല, അത് നടത്തിപ്പുകാരും ഒക്കെ അതിൽ ഇൻവോൾവ് ആകുന്നർത്ഥം. ഒരു കർമ്മം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അതിനെ അനുമോദിക്കുന്നതും ഒക്കെ കർമ്മബന്ധനത്തിൻ്റെ വകുപ്പിൽപ്പെടും. ഇതൊക്കെ നിയമങ്ങൾ വിസ്തരിച്ച് പഠിച്ചാൽ അറിയാം. നമ്മൾ സ്വയം ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതിൻ്റെയും ഫലം അനുഭവിക്കണം, കൂടി ചെയ്താൽ അതിൻ്റെയും ഫലം അനുഭവിക്കാം. ഇനി ആരെങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്യണ കണ്ടിട്ട് അതിൽ അനുമോദിച്ചാൽ അതിൻ്റെയും ഫലം അനുഭവിക്കും. അതിനുമുണ്ട് ശാസ്ത്രവ്യവസ്ഥയിലെ നിയമം എന്നർത്ഥം. വെറുതെ നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്താലോ എന്ത് ചെയ്താലും അതിനെ അനുമോദിച്ചാൽ അതിൻ്റെ ഫലമുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഈ പറയുന്ന യജ്ഞകർമ്മത്തിൽ വരും. അപ്പം ത്രൈവിദ്യമാ സമഭാ ഭൂതഭാവ യജ്ഞരിഷ്ടാം സ്വർഗതയും പാർത്ഥയന്തേ തീ പുണ്യമാസാത്തെ സുരേന്ദ്രലോകാമശന്തി ദിവ്യാന്തിവ്യം. അപ്പൊ ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കർമ്മങ്ങള് ആ ഈശ്വര വിചാരത്തോടുകൂടി ഈശ്വര സാന്നിധ്യത്തിലോ ഈശ്വരന്റെ സന്നിധിയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ഏറ്റവും വലിയ ഫലം എന്താ? പാപരാഹിത്യം നേടുക എന്നുള്ളത്. അതായത് തുടക്കക്കാർക്ക് കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താൻ പറ്റില്ല. അപ്പം അതെന്തും ആയിക്കോട്ടെ, ഭക്തിമാർക്കും ആയിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ പോലും ഫലിച്ചില്ലാതെ ചെയ്താൽ ഇവിടെ ഈശ്വരന്റെ അനുഗ്രഹത്തിന് കാരണമായിപ്പോയി. അതിൻ്റെ ഫലം വ്യത്യസ്ത. അവിടെ ജാതി മതമോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളോ ഒന്നും പ്രശ്നമല്ല. ഫലേച്ഛയില്ലാതെ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം, അതാണ് ശരിക്കും യജ്ഞം. ഫലേച്ഛയില്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭവാൻ ഏറ്റവും. പിന്നെ ഇത്തരത്തിലൊക്കെ പുണ്യഫലവും ചാരിറ്റി പ്രവർത്തനവും അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ വേദവൈദിക മാർഗം അനുസരിച്ചുകൊണ്ട് ചടങ്ങനുസരിച്ചുകൊണ്ടൊക്കെ നിന്നാലും അതും ബന്ധനത്തിന് കാരണമായി ഭവിക്കും. അതെന്താ? തേക്തം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധേ തേ വിശാലം തം. അവർ വിശാലമായിരിക്കുന്ന ആ സ്വർഗലോകം ഭുക്ത, സ്വർഗലോകത്തെ അനുഭവിച്ചിട്ട് ക്ഷീണേ പുണ്യേ ക്ഷീണേ പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകം വിശന്തി, മർത്യലോകത്തേക്ക് പ്രവേശിക്കുന്നു. ഏവം ത്രയീധർമ്മം മനുഷ്യലോകത്തെ പ്രയോഗിക്കുന്നു. ഇപ്രകാരം വേദത്തെ പ്രയോഗിക്കുന്നുണ്ട്. ധർമ്മം അനുഷ്ഠിക്കുന്ന അപ്പോ ഏവം ത്രയീ ധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമാലബന്ധേ. അപ്പൊ ക്ഷീണേ പുണ്യം മർത്യലോകം വിശാഖം. അപ്പൊ മനുഷ്യന്റെ ഭാഗത്തിലേക്ക് പോകും. ക്ഷീണേ പുണ്യം മർത്യലോകം, അത് ക്ഷീണത്തെ പറ്റി പറഞ്ഞല്ലോ നിങ്ങള്, മനസ്സിലായില്ലേ? അപ്പൊ തേത്വം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമല. അപ്പൊ നമ്മൾ ഈ പുണ്യകർമ്മങ്ങളുടെ 90% ആൾക്കാരും ഭക്തിയിലേക്ക് പോകുമ്പോൾ ഈ പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ ഓടി നടക്കും. ആ പുണ്യകർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം സുഖമാണ് അനുഭവിക്കുക. അത് ഈ ജന്മത്തിൽ നിങ്ങൾ ഒരുപാട് പുണ്യകർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ സപ്രപഞ്ചത്തിൽ വന്ന് ജനിക്കും. എന്തിനാണ് ഭാരം കൂടുതൽ, അതായിരിക്കും ആദ്യം അനുഭവിക്കുക. പാപകർമ്മത്തിൻ്റെ ഫലമാണ് ഭാരം കൂടുതലെങ്കിൽ ജനിക്കുമ്പോൾ ക്ലേശങ്ങളിലായിരിക്കും, ദുരിതത്തിലായിരിക്കും അനുഭവിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ പുണ്യകർമ്മത്തിൻ്റെ ഫലം സുഖം അനുഭവിക്കാൻ സാധിക്കും. ഇനി സുഖകർമ്മത്തിനാണ് ഇല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഒരുപാട് ചെയ്തിട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ പുണ്യത്തിന് ഭാരം കൂടും. ഇത് മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല, അത് ഉറപ്പിച്ചോളണം. അതായത് സ്വർഗം നരകം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു സോഴ്സോ ഇല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോകണമെന്നൊന്നും ധരിക്കണ്ട. നമ്മൾ ഈ ഭൂമി തന്നെയാണ് സ്വർഗവും നരകവും.
വേറെ ഒരു സോഴ്സും ഇല്ല. നമ്മൾ 7 മണ്ഡലം കടക്കുന്നത് ഈ ഭൂമിയിലാണ് കടക്കാനുള്ളത്. അല്ലാതെ സൂക്ഷ്മ ശരീരമായിട്ട് പോയാലും പിതൃലോകം ഇല്ല പരലോകമൊക്കെ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് സൂക്ഷ്മ ശരീരം കൊണ്ടേ നടക്കാൻ പറ്റും. സ്ഥൂല ശരീരം കൊണ്ട് ഇതൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അനുഭവയോഗ്യം ആക്കിക്കൊണ്ടേ ശുദ്ധി വരുത്താൻ, കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താൻ പറ്റില്ല. അപ്പോൾ പരലോകത്തിൽ എത്തിയാലും അവിടെ നിൽക്കണം എന്ന് വെച്ചാലും നമുക്ക് ശുദ്ധി വരാതെ അവിടെ അപ്ഗ്രേഡേഷൻ കിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ഗുരുക്കന്മാർ പറയും നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കൂ. അപ്പോൾ ജനിക്കാൻ വരുമ്പോൾ എന്താ കുഴപ്പം? പൂർവ്വജന്മത്തിലെ ചെയ്ത കർമ്മത്തിൽ നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മം. അത് പാപമാണെങ്കിൽ അതിൻ്റെ ദുരിതം ഈ ജന്മത്തിൽ അനുഭവിക്കണം. പുണ്യകർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സുഖം അനുഭവിക്കണം. ഈ സുഖം അനുഭവിക്കലാണ് സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പം 3 തരത്തിലെ കർമ്മഫലം വരിക എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദുഃഖം, പാപകർമ്മത്തിൻ്റെ ഫലം ദുഃഖം, പുണ്യകർമ്മത്തിൻ്റെ ഫലം സുഖം. പിന്നെ പുണ്യപാപങ്ങൾ ചെയ്താൽ മിശ്രിതമായിട്ട് ചെയ്താൽ സുഖ ദുഃഖ മിശ്രം. ഈ 3 തരത്തിലെ കർമ്മഫലം വരിക. അപ്പം ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിട്ട് പാപകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് പാപഫലം തന്നെ എന്ന് ദുഃഖം തന്നെ കുറെ കാലം അനുഭവിക്കണം. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. ക്ലേശങ്ങളെ എല്ലാവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരിക. എണ്ണയിലിട്ട് പൊരിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിക്കലല്ല, എണ്ണയിലിട്ട് പൊരിക്കുന്ന പോലെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൊരിയും എന്ന് പറഞ്ഞാൽ അതുപോലെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. പുണ്യകർമ്മത്തിൻ്റെ ഫലം സുഖമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ജനിക്കണ സമയത്ത് പുണ്യത്തിനാണ് ഭാരം കൂടുതലെങ്കിൽ 3 ഫലം ഉണ്ടാകും. പുണ്യം പാപം പുണ്യപാപം മിശ്രിതം, ഇങ്ങനെയായിരിക്കും ഫലം നിൽക്കുക. ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് അതായിരിക്കും ആദ്യം അനുഭവയോഗ്യമാകുക. ജനിക്കുമ്പോൾ തന്നെ അത് കൂടെ ഉണ്ടാവും. ജനിക്കുമ്പം പുണ്യകർമ്മം ചെയ്തിട്ടാണ് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നതെങ്കിൽ അപ്പോൾ സുഖം സപ്രപഞ്ചത്തിലായിരിക്കും ജനിക്കുമ്പം മുതൽ നിങ്ങൾ ജീവിക്കുക. അതിനുള്ള സോഴ്സൊക്കെ തന്നെ ഉണ്ടായിക്കോളും, ഇല്ലേ പ്രാർത്ഥന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സുഖസമൃദ്ധിയിലായിരിക്കും. പിന്നെ അത് ക്ഷയിക്കുമ്പം പാപം അനുഭവിക്കേണ്ടി വരും. പാപത്തിൻ്റെ ഫലം ദുഃഖം അനുഭവിക്കേണ്ടി വരും. എന്തെങ്കിലും ക്ലേശമൊക്കെ ജീവിതകാലം മുഴുവൻ സുഖം അനുഭവിച്ചിട്ട് ചിലപ്പോൾ അവസാനമായിരിക്കും ക്ലേശങ്ങൾ വന്ന് വീഴുക. ഇനി ഇത് രണ്ടും അല്ലാതെ പാപവും പുണ്യം മിശ്രിതമായാലോ കുറച്ച് ദുഃഖം കുറച്ച് ഇതിങ്ങനെ വന്നു പോയിരിക്കും. അങ്ങനെയാണ് മിശ്രിത ഫലം ഉണ്ടായാൽ. പാപമാണ് ആദ്യം ചെയ്ത് അതിന് ഭാരമാണെങ്കിൽ ജനിക്കുമ്പോൾ തൊട്ട് ക്ലേശത്തിലായിരിക്കും. അത് പൂർണ്ണമായാൽ ആ ദുരിതമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവസാന കാലത്തായിരിക്കും ചിലപ്പോൾ സുഖം ലഭിക്കുക. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കും പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലം. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അടുത്ത ജന്മത്തിലേക്ക് നമുക്കത് ക്യാരി ഫോർവേഡ് ആകുള്ളൂ. പിന്നെന്താ, നമുക്ക് ഈ ജന്മത്തിൽ ഈ പുണ്യകർമ്മമൊക്കെ ചെയ്യാം. അതായത് പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഫലിച്ചില്ലാതെ കർമ്മം ചെയ്യണം. ഇപ്പം നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പുണ്യം പാപവും ഉണ്ടാക്കാതെ ചിത്തതയോടെ ഈ യോഗസ്ഥ കുരുകർമാണം സംഘം തെക്തോ ധനചയ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗോച്ചതേ എന്ന ഭാവത്തിൽ, ഇല്ലെങ്കിൽ ഭഗവാൻ 2-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ മാർഗം തുറന്നു തന്നിട്ട് കർമ്മണ്യേവാധികാരസ്തേമാ ഫലേഷു കഥാചനാമ കർമ്മ ഫലഹേതുത്വം മാതേ സങ്കോസ്ത കർമ്മണി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതിനും ഉത്തരവാദിത്വത്തോടെ അധികാരഭാവത്തോടെ ചെയ്യണം. അതിനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം. ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല. അപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഈ 3 തരത്തിലും ഫലം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം. 3 കർമ്മത്തിൻ്റെയും ഇല്ലെങ്കിൽ 3 തരത്തിലുള്ള ഫലം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഒരൊറ്റ ഫലം ഉണ്ടാവുള്ളൂ, അത് ഈശ്വര സാക്ഷാത്കാരം. ഇല്ലെങ്കിൽ ജ്ഞാനസിദ്ധി, അതായത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള അറിവ് ലഭിക്കുക എന്നുള്ളത് ആദ്യത്തെ ഫലം. നഹി ജ്ഞാനേന സദൃശം പവിത്രമക വിദ്യതേ
എല്ലാ കർമ്മങ്ങളും ചെന്ന് അവസാനിക്കുന്നത് അനുഭവജ്ഞാനത്തിലാണെന്ന് ഇതിനു മുമ്പും വിജ്ഞാന യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ രഹസ്യം ഒന്നുകൂടെ ഉറപ്പിച്ചു തരിക, അവിടെ ചെയ്യാം. അപ്പം ഫലിച്ചില്ലാതെ കർമ്മം ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഫലം കിട്ടാതിരിക്കുന്നോ ഫലം അനുഭവിക്കരുതെന്നോ പറയുന്നില്ല. പക്ഷെ നമ്മൾ പുണ്യം കിട്ടണം, ഭക്തിയിലേക്ക് വന്നാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് നമ്മൾ അവിടെ വഴുതിപ്പോകാൻ എന്താ കാരണം? എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മത്തിൻ്റെ പിന്നാലെ പോകും. ഈ പുണ്യകർമ്മം ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ്. ഈ വേദവൈദിക കർമ്മങ്ങളോ പൂജകളോ യജ്ഞങ്ങളോ യാഗങ്ങളോ ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അത് പുണ്യകർമ്മമാണെന്ന് ധരിച്ച് ആ പുണ്യം ഉണ്ടാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഫലേച്ഛയോടുകൂടി ചെയ്താൽ അതിൻ്റെ സുഖം അനുഭവിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാലം തേക്തം ഭക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമ കാമാത് ലഭന്തേ. നിങ്ങൾ പുണ്യകർമ്മം കൂടുതൽ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടഭോഗങ്ങളും ഒക്കെ കിട്ടും. അത് കിട്ടിയിട്ട് നിങ്ങൾ അഹങ്കരിക്കും. അപ്പം മനുഷ്യത്വം പോലും നഷ്ടപ്പെടും. എന്നിട്ട് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, ഇങ്ങനെ എല്ലാ വിധത്തിലും പെട്ടും അവസാനം ഈ സോഴ്സൊക്കെ നിന്നുപോകും. നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ച് തീർന്നാൽ തരില്ലേ? കയ്യിലിരിക്കുന്ന പൈസ തീർന്നാൽ പിന്നെ താഴേക്ക് ഇറങ്ങി വരണ്ടേ? പിന്നെ അന്വേഷിച്ച് പോകണ്ടേ പൈസ? അതാണ് ക്ഷീണേ പുണ്യേ. നമുക്ക് എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാവുള്ളൂ, പ്രകടമാകുള്ളൂ. എല്ലാം ഉള്ളപ്പോൾ നമ്മൾ അഹങ്കാരം, ബലം, ദർപ്പത്തിൽ നിൽക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തെക്തം ഭുക്ത സ്വർഗലോകം വിശാലം. നമുക്ക് ഇഷ്ടഭോഗങ്ങളെ കിട്ടിയിട്ട് അനുഭവിക്കുന്ന സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം അത് വിശാലമായിട്ട് കാണും. അതാണ് എല്ലാം. പിന്നെ ഞാനെന്നും എൻ്റെ എന്നുള്ള അഹങ്കാരമൊക്കെ ആ വിശാലമായിട്ട് കാണുമ്പോൾ അതിൽ കയറി പിടിക്കും, കൊളുത്തി പിടിക്കും, മായയിൽപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യിക്കാൻ തുടങ്ങും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇപ്പം ഭാഗവതത്തിൻ്റെ എന്താ പറഞ്ഞ യുഗളഗീത എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉദ്ധവോപദേശത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ ഇഷ്ടം പോലെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വയംവർക്ക് ആർക്കും അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ല, അത്ര പിശുക്കന് ആർക്കും കൊടുക്കില്ല, ബന്ധുക്കൾക്കും മക്കൾക്കും ഒന്നും. ഈ സമ്പാദിച്ചു കൂട്ടുക എന്നുള്ള അല്ലാതെ ആർക്കും ഒന്നും. ഇദ്ദേഹം പോലും അത് വേണ്ട വിധത്തിൽ, നമുക്ക് ചിലരെ കണ്ടാൽ തന്നെ അറിയാം, ചിലർക്ക് എല്ലാവിധ സോഴ്സും ഉണ്ട്, എന്നിട്ട് ഈ ദരിദ്രൻ്റെ കൂട്ട് അതിലും ഭംഗിയായിട്ടായിരിക്കും കൂലിവേലക്കാർ പണിയണം. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും അത് അനുഭവിക്കാൻ, മുമ്പിൽ കിട്ടിയ ഭക്ഷണം കഴിക്കാൻ യോഗമില്ലാതിരുന്ന, ഈശ്വരഭക്തിയിലൊക്കെ കാര്യം നമ്മൾ ഈ ജീവിതത്തിൽ ഉള്ളത് അനുഭവിക്കാൻ യോഗം വേണ്ടേ? നിങ്ങൾക്ക് എല്ലാ സോഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കൂ, ആസ്വദിക്കൂ. ഭഗവാൻ ഇതൊന്നും ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആസ്വദിക്കൂ. ആർക്കും പ്രയോജനം ഇല്ലാതെ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണനെയാണ് ഭിക്ഷുഗീത എന്ന് പറഞ്ഞിട്ട് ഒരു ഗീത പറയുന്നത് ഭഗവാൻ. ആ ബ്രാഹ്മണൻ ഇങ്ങനെ എല്ലാം സമ്പാദിച്ചു വെച്ചു, മക്കൾക്ക് വരെ ഒന്നും കൊടുക്കാതെയൊക്കെ സമ്പാദിച്ച് അവസാനം കള്ളന്മാർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. അവസാനം പരമദരിദ്രനായിട്ട് മാറി. ദരിദ്രനായിട്ട് മാറിക്കുമ്പോൾ ബന്ധുക്കൾ ആരും ഇല്ലാതെ വന്നു. ബന്ധുക്കളെ പിന്നെ ദുഃഖം വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല. മറ്റേ ഈ സമ്പത്തുണ്ടെങ്കിൽ ആർക്കും കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ കാലം കഴിയുമ്പോഴെങ്കിലും നമുക്ക് അനുഭവിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കും. മനസ്സിലായി? പിശുക്കനായാലും വേണ്ടില്ല, മക്കളും ബാക്കിയുള്ളവരും ഒക്കെ ഇയാളുടെ കാലം കഴിയുമ്പോൾ നമുക്കിത് കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും തട്ടിപ്പറ്റി നിൽക്കും, അല്ലേ? പക്ഷേ ഉള്ള സമ്പത്ത് സമ്പാദിച്ചു വച്ചതൊക്കെ കൊണ്ടുപോയാലോ, കള്ളന്മാർ വന്ന് കൊണ്ടുപോയാൽ പരമദരിദ്രനായിട്ട് സോഴ്സൊക്കെ ഇല്ലാതെ അപ്പൊ എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധം വന്നത്, ഞാൻ ഇതുവരെ ചെയ്തൊക്കെ തെറ്റാണല്ലോ, എനിക്ക് പോലും അനുഭവിക്കാൻ സാധിച്ചില്ലല്ലോ, ഞാൻ എന്തൊരു പണിയാ ചെയ്തത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ ആ ഭഗവാനെ ഭജിക്കാൻ ഇതിനെല്ലാം പരമദരിദ്രനായിട്ട് മാറിയപ്പോഴാണ് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാലം. അപ്പോഴാണ് മനുഷ്യത്വം പ്രകടമായത്. അപ്പോഴാണ് ഈശ്വരനെ പറ്റി വിചാരിക്കുന്നത്. എന്തിനു പറയണു? ആ ബ്രാഹ്മണൻ പിന്നീട് അവധൂതനായിട്ട് മാറുക. എന്നിട്ട് ആ ബ്രാഹ്മണൻ പറയുന്നതാണ് ഭിക്ഷുഗീത.
ജ്ഞാനിയായി, ജ്ഞാനി പരമഹംസനായി മാറി. അത് കഴിഞ്ഞ് അവധൂതാവസ്ഥയിലേക്ക് ആ ഒരു ജന്മം കൊണ്ട് തന്നെ ആ ബ്രാഹ്മണനായിട്ട് മാറി. ആ ബ്രാഹ്മണൻ മാറിയിട്ട് പറയുന്ന ഗീതയാണ് ഭിക്ഷുഗീത. അദ്ദേഹം അവധൂതനായി കഴിയുമ്പം ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ്, അതായത് മനുഷ്യന്റെ അമേധ്യം വരെ ഇയാളുടെ തലയിൽ തുപ്പം വഴിക്കടെ പോകുന്ന ഒരു കുട്ടികളെ ഭ്രാന്തനെ പോലെ കണ്ടിട്ട് കളിയാക്കുക, പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇയാളുടെ തലയിലിടുക, മലിനജലം കൊണ്ടുവന്ന് ഒഴിക്കുക എന്ന് വേണ്ട, മലമൂത്രം വരെ ഇയാളുടെ മുമ്പിൽ ഇയാളുടെ തലയിലൊക്കെ കൊണ്ടുവന്നിട്ട കഥ അതിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഇയാളൊന്നും പ്രതികരിക്കാതെ ഉദാസീന എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ അവിടെയാണ് ഈശ്വര സാക്ഷാത്കാരം അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തീത്വം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യ മർത്തി ലോകം. ഇവിടെ ഇൻഡിവിജ്വലി മറ്റുള്ളവർക്ക് കൊടുത്തോ കൊടുത്തില്ലയോ പിശുക്ക് കാണിച്ചോ എന്നല്ല, അവനവന് പോലും അനുഭവിക്കാൻ സാധിച്ചില്ല ഇതെല്ലാം സോഴ്സ് ഉണ്ടായിട്ട്. എന്നിട്ട് അതൊക്കെ ആർക്കും പ്രയോജനം ഇല്ലാതെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ബോധം ഉണ്ടായത്. ഇപ്പൊ ഈ ഭക്തിയിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ തന്നെ പറയാറുണ്ട്, ഈ ബ്രാഹ്മണരായാലും ആരായാലും വേണ്ടില്ല, നമുക്ക് ഈ എല്ലാവിധ സോഴ്സും സുഖസമൃദ്ധിയിലാണ് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ ഭക്തിയൊന്നും ഉണ്ടാവില്ല. അതിൽ നകളിച്ച് നടക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നത് സകലതും നഷ്ടപ്പെടുമ്പോഴാണ്. ഇല്ലെങ്കിൽ അതേപോലെ മാരാരോഗം വരണം. അതുപോലെ കടുത്ത ദുഃഖം വരുന്ന ആളെ ശരിക്കും ഈശ്വരനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭജിക്കും. നമ്മളിതൊക്കെ കഷ്ടപ്പാട് ഇനി നമുക്ക് ആദ്യം പാപഭാരം കൊണ്ട് ദുഃഖിച്ചു കഴിയുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് പൂർവ്വജന്മത്തിൽ കൂടുതൽ പാപം ചെയ്തു, അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് തുടക്കം മുതലേ ക്ലേശത്തിലായിരുന്നു എന്ന് പറയാം. പിന്നെ ആ ക്ലേശം ഇല്ലാതെ ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പുണ്യകർമ്മത്തിൻ്റെ കുറച്ചു കാലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ബാക്കി, എന്നാലും വേണ്ടില്ല, ഈ പാപം ചെയ്യിച്ചാൽ പാപത്തിൻ്റെ ഫലമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗലോകം കിട്ടുന്ന പോലെ സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള സോഴ്സൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിയാലും വേണ്ടില്ല, അതിൽ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം ഈ പ്രശ്നമൊക്കെ ഉണ്ടായാൽ പിന്നെയും ആ ശ്രീജന്മത്തിൽ. അപ്പൊ ഈ ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യത്വമൊക്കെ നഷ്ടപ്പെടും. താനിങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് അതൊക്കെ മറക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ക്ഷീണേ തെക്വം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി ഏവം ത്രയീ ധർമ്മ അനുപ്രവന്ന ഗതാഗതം കാമകാമാന്റെ ബന്ധേ. തേ വിശാലം, അവർ വിശാലമായി സ്വർഗലോകം ഭുക്ത ലോകത്തെ അനുഭവിച്ചിട്ട്, പുണ്യേ ക്ഷീണേ പുണ്യം ക്ഷയിക്കുമ്പോൾ, മർത്യലോകം വിശന്തി മർത്യലോകത്തേക്ക് തന്നെ വന്ന് പതിക്കുന്നു. ഏവം ത്രയീ ധർമ്മം, ഇപ്രകാരം വേദത്രയ വിഹിത അനുപ്രപന്ന ധർമ്മം അനുസരിക്കുന്ന കാമകാമാലബന്ധേ ഭോഗേച്ഛുക്കൾ. എന്താ വേദത്രയി എന്ന് പറയുന്നത്? നമുക്ക് ഈ 3-4 വേദങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഈ 3 വേദങ്ങളിലാണ് കർമ്മകാന്ഡം കൂടുതലായിട്ട് പറയുന്നത്. അഥർവവേദം അതിലുള്ള പരിഹാരമാണ്. അതിലുള്ള ന്യൂനതകളോ എന്തെങ്കിലും ഉണ്ടായാൽ, ഇപ്പം ശരീരത്തിന് വരെ ചികിത്സ പറയുന്നത് അഥർവവേദത്തിൽ നിന്നാണ്, ആയുർവേദത്തിൻ്റെ ഉൽപ്പത്തി. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഋഗ്വേദം അനുസരിച്ചുകൊണ്ട് ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് മനസ്സിനെ പരിപക്വമാക്കി യജുർവേദ മന്ത്രങ്ങളെ കൊണ്ട് യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിക്കുമ്പോൾ സാമവേദത്തിൽ പറയുന്നത് അനുസരിച്ചുകൊണ്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ഭാവം, രാഗം, താളം ചേർന്ന പ്രാപഞ്ചികമായ രീതിയിൽ അതിനെ വേണ്ട വിധത്തിൽ പരിപാലനം ചെയ്യണം. അതിലെന്തെങ്കിലും ന്യൂനത വന്നാൽ അതിന് ഉള്ള പരിഹാരമാണ് അഥർവവേദം. അതുകൊണ്ടാണ് വേദത്രയി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ത്രിവേദി എന്ന് പേരുള്ളവരുണ്ട്, ദ്വിവേദി എന്ന് പേരുള്ളതുണ്ട്. അപ്പം അതൊക്കെ അനുസരിച്ച് അവിടെ 4 വേദങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ 3 വേദത്തിന് പ്രാധാന്യമുള്ളൂ. അഥർവവേദത്തിൻ്റെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അഥർവവേദത്തിൽ നമ്മൾ എടുക്കുന്നൊക്കെ ഉണ്ട്. ആയുർവേദം എടുത്തിരിക്കുന്നത് അഥർവവേദത്തിൽ നിന്ന്. ബാക്കിയുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ന്യൂനതകൾ പരിഹരിക്കുന്ന അഥർവ മന്ത്രങ്ങളും ദുർമന്ത്രവാദങ്ങളും ബാധ ഒഴിപ്പിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥർവവേദ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ബാക്കി 3 വിധത്തിലെ അല്ല എന്നർത്ഥം.
പക്ഷെ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതാരും ചൊല്ലി അതിൽ പ്രാബല്യമുള്ള ബ്രാഹ്മണരോ ഇല്ലെ വേദ പണ്ഡിതന്മാരോ കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ത്രിവേദത്തിനാണ്, 3 വേദത്തിന് പ്രാധാന്യം കൊടുക്കാറുള്ളൂ. മറ്റത് ആവശ്യമനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അഥർവവേദം ചൊല്ലി പാണ്ഡിത്യം നേടിയവര് വേദ പണ്ഡിതന്മാരെ കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ ഒരു യാഗത്തിന് തന്നെ അഥർവവേദത്തിന്റെ പ്രയോഗം ആവശ്യം വന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെയാണ് വിളിച്ചു വരുത്തത്. ഇവിടെ യാഗങ്ങൾ നടക്കുമ്പോഴൊക്കെ അതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് കൂടുതൽ അഥർവവേദം കൈകാര്യം ചെയ്യുന്നത്. അവരാണ് കൂടുതൽ ഇവിടെ വരാറ്. അപ്പോൾ ഇവിടെ സോമയാഗം നടക്കുമ്പോഴും ആതിരാത്തം നടക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ, ബോംബെയിൽ നിന്നൊക്കെ വന്നവരെ. അപ്പം ഇവിടെ ത്രിവേദത്തിനാണ് പ്രാധാന്യം എന്നർത്ഥം. അത് മതി ശരിക്കും നമുക്ക് ജീവിതം ബാലൻസ് ചെയ്ത് അനായാസനം ജീവിക്കാൻ ഈ 3 വേദങ്ങളെ യഥാവിധി നമ്മൾ പ്രയോഗിച്ചാൽ മതി എന്നർത്ഥം. അത് ഫലേച്ഛയില്ലാതെ ഇതിലൊക്കെ പറയുന്ന വേദവൈദിക മന്ത്രങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലവും പറയുന്നുണ്ട്. ശ്രുതിയും ഉണ്ട് വേദത്തിൽ. പക്ഷേ ആ ഫലം ഒക്കെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകും. എന്തിനാ ഇതിൽ ഫലശ്രുതിയോടുകൂടി ചെയ്യാൻ പറഞ്ഞിട്ട്? നിങ്ങൾ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണെങ്കിലും ഈ ഒരു മാർഗം സ്വീകരിക്കണമല്ലോ. ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും വേദത്തെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതില് ഗുണവും ദോഷവും ഭയപ്പെടുന്ന അല്ലെങ്കിൽ പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് അത് തുടക്കക്കാർക്ക് വേണ്ടതാണ് മാത്രം. മാർഗദർശനം കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥ ഫലം വേദ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് പുണ്യഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. ആ പുണ്യം കിട്ടും ഈ പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സോഴ്സാണ് പൂജാതി കർമ്മങ്ങളും വേദ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യാൻ പ്രേരണ നൽകുന്നത് ഫലേച്ഛയാണ്. ആ ഫലേച്ഛയിലാണ് ഉറച്ചു നിൽക്കുക. അതിനെ അതിക്രമിക്കണമെന്ന് ഭഗവാൻ പറയുന്നത് ഗീതയിൽ മാത്രമേ ഉള്ളൂ. ഈ വേദം പറഞ്ഞു തരുന്നവരോ ഇല്ലേ വേദം പഠിപ്പിക്കുന്നവരോ വേദ പണ്ഡിതന്മാരോ ഒരിക്കലും അത് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനെ അതിക്രമിക്കണമെന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. എങ്ങനെ അതിക്രമിക്കണമെന്നും അറിയില്ല. ഗീത എങ്ങനെ പഠിച്ചാലേ അറിയുള്ളൂ എന്നാണ്. ഇപ്പൊ ഈ വേദ പണ്ഡിതന് അവാർഡ് നേടിയ ആൾ പോലും സംസാരിക്കാൻ കാരണം എന്താ? അദ്ദേഹം അതിനെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ എന്താ കാരണം? ഗീത എങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ല. അങ്ങനെ രണ്ടാണെന്ന് ഒരിക്കലും ബാധിക്കില്ല. ഞാൻ വേദം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഗീതയുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് സംസാരിച്ചത്. യഥാർത്ഥ വേദത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? യഥാർത്ഥ ഫലം അറിവ് കിട്ടുക എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയാനാണ് ഈ കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഫലേച്ഛയോട് കൂടിയാണെങ്കിലും യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം. നിങ്ങളൊരു പൂജ ചെയ്താലും പ്രത്യേകിച്ച് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യം വഴിപാട് കഴിച്ചാലും വേണ്ടില്ല, എന്ത് പൂജ യജ്ഞങ്ങളോ യാഗങ്ങളോ ചെയ്താൽ അതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അനുഭവിക്കാം. പക്ഷേ അത് ക്ഷയിക്കുമ്പോൾ ക്ഷീണേ പുണ്യ മർദ്ദലോകം വിശാലം. നമുക്ക് ഏറ്റവും വലിയ പുണ്യഫലത്തിൻ്റെ ഏറ്റവും വലിയ ബാഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടഭോഗങ്ങൾ കിട്ടിയിട്ട് അതിൽ അഹങ്കരിക്കാൻ ഇടവരും. ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വരും. അതാണ് നമ്മളെ പിന്നെ അഹങ്കാരം കൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കുന്നു. മാത്രമല്ല ഉണ്ടാക്കി വെച്ച പുണ്യത്തിൻ്റെ പാപം ചെയ്യാനിടവരും. മറ്റൊരാളെ വേദനിപ്പിച്ചാൽ മതിയല്ലോ, ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. നമ്മുടെ കയ്യിലുള്ള സോഴ്സ് കൊണ്ട് ഒരു കൈ കിട്ടുന്നത് മറുകൈ അറിയാതെ കൊടുക്കണം എന്നാണ് പറയുന്നേക്കണം. ഇല്ലെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അവൻ എൻ്റെ മുമ്പിൽ കള്ളന്മാരാണെന്ന് പറഞ്ഞല്ലോ ഭഗവാൻ. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളണം, നിങ്ങൾക്ക് എന്തുണ്ടായാലും പാപഫലമായാലും വേണ്ടില്ല പുണ്യഫലമായാലും സുഖമായാലും ദുഃഖമായാലും ഇത് രണ്ടും അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം. കാരണം ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കില്ല. സുഖമാണെങ്കിൽ എന്നും സുഖം അനുഭവിക്കാമെന്ന് വിചാരിക്കേണ്ട, അതിന് ക്ഷീണം വരും. ദുഃഖമാണെങ്കിലും ആ ദുഃഖം എല്ലാ കാലത്തും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് 2-ാം അധ്യായത്തിൽ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാപായിനോ അനിത്യത്താം തിതിക്ഷസ്വഭാരത എന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ സഹിക്കാൻ തയ്യാറായിക്കൊള്ളണം. ചൂടോ തണുപ്പോ മഴയോ വെയിലോ സുഖമോ ദുഃഖമോ ജനനമോ മരണമോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദോ
രണ്ട് സോഴ്സിൽ വരുന്ന അനുഭവങ്ങൾ അതിനെയൊക്കെ സഹിക്കാൻ തയ്യാറാകണം. അവന് മാത്രമേ തുഷന്തീതരബന്ധിക്കൂ. പിന്നെ അതിനെ രണ്ടിനെ ഉപേക്ഷിച്ച സുഖത്തിനും ദുഃഖത്തിനും മുകളിൽ ഒരു ആനന്ദമുണ്ട്. ധർമ്മത്തിനും അധർമ്മത്തിനും മുകളിൽ ഒരു ധർമ്മമുണ്ട്. ശരിക്കും തെറ്റിനും മുകളിൽ ഒരു ശരിയുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ ഈ രണ്ടിനെയും ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ കൺസിക്വൻസീസ് വന്ന് ഭവിക്കും. നമ്മൾ പുണ്യകർമ്മങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭക്തിയുടെ ഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചാരിറ്റി പ്രവർത്തനം, അന്നദാനം, എന്ത് വേണ്ട വസ്ത്രദാനം, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് ഫലേച്ഛയോടെ ചെയ്താൽ അതിൻ്റെ വകുപ്പ് മാറും. പിന്നെ അതിൻ്റെ പുണ്യഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അതനുഭവിച്ച് എന്ന് നിൽക്കില്ല. അതനുഭവിച്ച് തീർന്നാൽ പിന്നെ ക്ഷീണിതനായിട്ട് മർത്യലോകത്തിലേക്ക് വരും. അപ്പോഴായിരിക്കും മനുഷ്യത്വം പ്രകടമാകുക. നമുക്കിതെല്ലാം ഉള്ളപ്പം ആസുരി ഭാവം പ്രകടമാകും. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹ, ഏത് തരത്തിലെ മായാമെന്നും വിടുകയെന്നറിയില്ല. അത് ആദ്യമേ പ്രവർത്തിക്കുമ്പോഴും അല്പം നമുക്ക് പാടാൻ സാധിച്ചു, കീർത്തനം ചൊല്ലാൻ സാധിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ശാസ്ത്രമൊക്കെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അതിൽ അറിവ് നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ അഹങ്കാരം ഉണ്ടാവും. നമുക്ക് ഇതുവരെ കിട്ടാത്തത് എന്തെങ്കിലും കിട്ടിയാൽ മതി, അതിൽ അഹങ്കരിക്കും. പിന്നെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. അപ്പം അവിടെയും പ്രശ്നമാണെന്ന് അർത്ഥം. അപ്പം യാഗാദി കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ വിശാലമായ ആ സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്രകാരം വേദധർമ്മത്തെ സ്വീകരിക്കുന്ന വിഷേച്ചുകൾ ജനന മരണരൂപമായിരിക്കുന്ന വരവും പോക്കുമായി കഴിയുന്നു. യാഗാദി കർമ്മങ്ങൾ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയാനല്ലാതെ പരമത പ്രാപ്തിക്ക് ഉതകുന്നതല്ലെന്ന് ഇതിനു മുമ്പും ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തിനാ സൂചന നൽകുന്നത്? നമ്മൾ പുണ്യപാപ കർമ്മങ്ങൾ ഒന്നും ഫലേച്ഛയില്ലാതെ, പുണ്യമുണ്ടാകണമെന്നോ പാപമുണ്ടാകണമെന്നോ ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ഇപ്പം ചെയ്തുകൊണ്ടേയിരിക്കാം. അതിലെന്ത് കൺസിക്വൻസീസ് എന്ത് വരണ്ട എന്നുള്ളത് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് കർമ്മം ചെയ്യാന്നർത്ഥം. മാനവസേവയാണ് മാധവസേവ, യാതൊരു സംശയമില്ല. പക്ഷെ അത് ചെയ്യുമ്പം ഫലേച്ഛ ഉണ്ടാകരുത്. അതുകൊണ്ട് കുറെ പുണ്യം സമ്പാദിക്കാം എന്ന് വിചാരിക്കേണ്ട എന്നർത്ഥം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ട പോലെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കി വെച്ചാൽ വലിയ കഷ്ടപ്പെട്ട് ഞാൻ പഴയ രീതിയിലോ അല്ലെ പുതിയ രീതിയിലോ നമ്മുടെ സോഴ്സ് അനുസരിച്ചുകൊണ്ട് ഒരു വലിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിച്ചാൽ മക്കൾ വന്നു കഴിയുമ്പോൾ മക്കൾ പിന്നെ നിങ്ങളുണ്ടാക്കി വെച്ച് വീട് പൊളിക്കും. അപ്പം മക്കൾക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടു. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പം നമ്മൾ വലിയൊരു കാര്യം ചെയ്തതെന്ന് ഉദ്ദേശമുണ്ടായി. ശരിക്കും നമ്മുടെ മക്കൾ വരുമ്പോഴത്തേനും അവർക്ക് ചിലപ്പം ഈ വീട് പോരാന്ന് തോന്നും, ഇതിലെ സൗകര്യങ്ങൾ പോരാന്ന് തോന്നും. അപ്പം ചിലപ്പം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അത് പൊളിക്കും. ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ മറ്റൊന്നുണ്ടാക്കും ഇത് ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെയാ. അതായത് നമ്മുടെ 100% ഞാൻ അതുകൊണ്ടാണ് പുതിയ വീടൊന്നും ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചത്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോയത്. നമുക്ക് എന്താ പറഞ്ഞേ, കിടക്കാൻ ഒറ്റ മുറിയിൽ കുടുംബമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മിലിറ്ററി പോയിട്ടും ആദ്യം കിട്ടിയ ക്വാർട്ടേഴ്സൊക്കെ അതുപോലുള്ള ക്വാർട്ടേഴ്സാണ് കിട്ടിയത്. പിന്നെ അവിടുന്ന് അപ്ഗ്രേഡേഷൻ കുറേശ്ശൊക്കെ ആദ്യം ഒരു 6 മാസത്തോളം കഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് സോഴ്സും നമ്മളെ ഹയർ അതോറിറ്റിയുടെ ഒക്കെ വർക്ക് ചെയ്തിരുന്നുകൊണ്ട് അവരുമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്തായാലും വേണ്ടില്ല. പിന്നെ 2 മുറിയുള്ള വീട്ടിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞ് 3 മുറിയുള്ള വീട്ടിലേക്ക് മാറി. പിന്നെ 4 മുറിയുള്ള വീട്ടിലേക്ക്, പുതിയ പുതിയ ക്വാർട്ടേഴ്സിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പഠിച്ചതല്ല, നമുക്കൊന്നും സ്ഥിരമല്ല, എന്തായാലും വേണ്ടില്ല. നമുക്ക് ഒരു രാത്രി കിടക്കാൻ ഒരു സ്ഥലം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, അതാണ് വേണ്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, 8 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട്
ഇവിടെ വന്നപ്പം ഞാൻ മെനക്കെട്ട ഒരു വീട്, റെഡിമെയ്ഡ് വീട് കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കുറേ തിരഞ്ഞു, എന്നിട്ട് കിട്ടാതെ പൊളിക്കാന്നൊക്കെ തീരുമാനിച്ച് അത് തന്നെ പൊളിച്ച് പണിയാന്ന് വിചാരിച്ചാൽ കുറച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ട് എന്തോ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ പൊളിക്കാൻ തീരുമാനിച്ച, വാടകയ്ക്ക് മാറിയിട്ട് ബാക്കി എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ ആയിട്ട് അത് വാടകയ്ക്ക് മാറിയിട്ട് പൊളിക്കാന്ന് തീരുമാനിച്ചപ്പോഴത്തേനും എവിടുന്നോ ഒരു സോഴ്സ് വന്നു. ഒരു എന്താ പറഞ്ഞ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയ്ക്ക് കിട്ടി. ഇതൊക്കെ അനുഭവമാണ്, മനസ്സിലായില്ലേ? നമ്മളെ ഈ എന്താ പറഞ്ഞേ, പല സൗകര്യങ്ങൾ താഴേന്ന് തൊട്ട് മുകളിൽ വരെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചവർക്ക്, ഇല്ലേ പല വീടുകൾ പല സ്ഥലങ്ങളിൽ മാറി ജീവിച്ചവർക്ക് വേറൊരാളുണ്ടാക്കി വീട്ടിൽ കിടക്കാനൊന്നും ഒരു വിഷമമൊന്നുമില്ല. എവിടെ പോയി കിടക്കാനും അവരെ കുറക്കും വരവുമൊക്കെ ചെയ്യും. നമുക്ക് നമ്മളുണ്ടാക്കിയ വീട്ടിൽ കിടന്ന് ശീലമായാലാണ് വേറെ അടുത്ത് പോയി കിടന്ന് ഉറക്കം വരാതിരിക്കുക. അപ്പൊ ഇവിടെ ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുള്ളവർക്ക് വേറൊരാളുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ എന്താ വിഷമം? എന്നിട്ട് കൂടെയുള്ളവരും ബന്ധുക്കളും ഒക്കെ അടുത്ത ബന്ധുക്കൾ പറഞ്ഞു ഒരു മുസ്ലിം ഉണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് അവിടെ താമസിക്കുന്നത് ജ്യോത്സ്യനെ കണ്ടിട്ട് വേണം, വാസ്തുക്കാരെ കൊണ്ട് കാണിക്കും. ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഒരു ജ്യോത്സ്യനെയും കാണാൻ പോയിട്ട്, ഞാൻ അവിടെ പോയിട്ട് വിളക്ക് വെച്ച് താമസം തുടങ്ങി. അതൊക്കെ അവിടെ എന്താ പറഞ്ഞേ, പോസിറ്റീവ് എനർജി തന്നെ ക്രിയേറ്റായി. അവർക്കും സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് അത് വിട്ടുപോയതെന്നൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. എന്തായാലും ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജന്മത്തിൽ ഈ ശരീരം കൊണ്ട് ഇവിടെ ജീവിക്കുമ്പം നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കാതെ താഴെയുള്ളവരെ നോക്കിയാൽ നമ്മൾ സ്വർഗത്തിലാണ് കഴിയുന്നതെന്ന് മനസ്സിലാക്കും. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും വലിയ ദരിദ്രനാണ് ഏറ്റവും വലിയ സുഖം അനുഭവിക്കുക. കാരണം എന്താ, അവനൊന്നിനെപ്പറ്റിയും ബോധേടല്ല. ഒരു ദിവസം പണിയെടുത്തു വന്നു, ഉള്ളത് വെച്ചു, ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു, കഴിച്ചു. അവനെ ചിന്തിച്ചിരിക്കാനും ആവശ്യമില്ലാതെ മിഥ്യാചാരം ചെയ്യാനൊന്നും സമയമില്ല. അവൻ സുഖമായിട്ട് സുഷുപ്തി കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോവും, പണിക്ക് പോവും. അവൻ ഇതേ സോഴ്സിൽ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് വരും, ഭക്ഷണം കഴിച്ച്. ഇതാണ് ഒരു കള്ളുകൂടിയൻ വരെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു എന്നർത്ഥം. തിരുമേനി ഞാൻ പണിയെടുക്കും, 500 റുപ്യക്ക് ദിവസം പണിയെടുക്കും, എന്നിട്ട് 500 റുപ്യക്കും കുടിക്കും, ആസ്വദിച്ച്. ആ കുടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അയാൾ ശരിക്കും കണ്ടാൽ തന്നെ എന്നോട് ചോദിക്കും, തിരുമേനി വൈകുണ്ഠത്തിൽ നിന്നാണ് വരണേ, ഞാൻ കൈലാസത്തിൽ നിന്നാണ് വരണേന്ന് പറയും. ഞാനും സന്തോഷമായിട്ട് പറയും, അദ്ദേഹം കൈലാസത്തിൽ നിന്നാണ് പറഞ്ഞാൽ ഞാൻ വൈകുണ്ഠത്തിൽ നിന്നാണ് പറയും. അദ്ദേഹം വൈകുണ്ഠത്തിൽ നിന്നാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ കൈലാസത്തിൽ നിന്നാണ് അറിയും. അവിടെയൊക്കെ സുഖമല്ലേ, എനിക്ക് സുഖമെന്ന് പറയും. കള്ളു കുടിച്ച് ബോധമില്ലാതെ പറയണേ, അന്നേരം അയാൾക്ക് ആധ്യാത്മിക വരണത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ 500 റുപ്യക്ക് എന്താ പറഞ്ഞേ പണിയെടുക്കും, കുടിക്കും, സുഖമായിട്ട് വീട്ടിൽ വന്നെടുക്കും, ഭക്ഷണം കഴിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് ഞാൻ കഴിക്കുന്ന 2 കുപ്പി കള്ള് മേടിച്ചാൽ, ആ ഒരു കുപ്പി മേടിച്ചിട്ട് കഴിച്ചാൽ ആ കുപ്പി വിറ്റാൽ 2 രൂപ കിട്ടും. ഇപ്പം റേഷൻ കടയിൽ പോയാൽ 2 റുപ്യക്ക് 1 കിലോ അരി വാങ്ങും. ആ അരി വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ വീട്ടിലെ കാര്യം ഞാൻ നോക്കുന്നില്ലേ? എന്താ ഈ മനുഷ്യനോട് പറയാ? പിന്നെ അയാൾ ഹാപ്പിയാ, വീട്ടിലുള്ളവർ ഹാപ്പിയാ. വീട്ടിൽ ചെന്നിട്ട് ഈ കള്ളു കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് ഭാര്യയെ പിടിച്ചല്ലേ മക്കളെ പിടിച്ച് തല്ലലോ ഡിസ്റ്റർബ് ചെയ്യോ ഒന്നുമില്ല. അയാളും അനാസ്ഥ തന്നെ ജീവിക്കണേ, അയാൾ ആസ്വദിച്ചല്ലേ ജീവിക്കണേ. അതാ ഞാൻ പറഞ്ഞത്, കള്ളിനല്ല ലഹരി, അത് കഴിക്കുന്ന ആൾക്കാ ലഹരി. ഇല്ലെങ്കിൽ കുപ്പിയിലിരിക്കുന്ന സാധനം ഡാൻസ് കളിക്കണ്ടേ? അപ്പൊ ഒരു കള്ളുകൂടിയിൽ നിന്നും നമുക്ക് പഠിക്കാനില്ലേ? എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെക്നോളജി ഇത് എഞ്ചിനീയറിങ് ഡോക്ടറെ ഇതവരൊക്കെ പണിയെടുത്തിട്ട് വീട്ടിൽ പോയി സമാധാനത്തോടെ ഒരു നിമിഷം കഴിക്കാൻ ഇവർക്കൊന്നും സാധിക്കില്ല. ഇവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഒന്ന് പറയൂ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ. 24 മണിക്കൂറും കിടന്ന് അനുകരിച്ചിട്ടാണ് ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ, സമ്പാദിച്ചു കൂട്ടുന്നതിനെ പറ്റിയും. എന്നിട്ട് നല്ല വീടുണ്ടാക്കിയിട്ട് അവിടെ സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ലെങ്കിലേ? ഇവിടേക്കാണ് സ്വർഗവും നരകവും നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞത്. അതിന് പ്രത്യേകിച്ച് മറ്റൊരു പ്ലാറ്റ്ഫോമൊന്നുമില്ല.
ഈ ഭൂമിക്ക് പുറത്ത് ഒരു പ്ലാറ്റ്ഫോം ഒന്നുമില്ല, സ്വർഗവും നരകവും എന്ന് പറയുന്നത്. ഇല്ലേ, ഭൂമിയുടെ താഴെ പാതാളം എന്ന് പറയുന്ന സംഗതിയൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്താനും നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു സങ്കല്പത്തിൻ്റെ കഥകൾ മാത്രം. നമ്മളെ ഭയപ്പെടുത്തിയാണെങ്കിലും നമ്മളെ യഥാർത്ഥ മാർഗത്തിൽ വരട്ടെ എന്ന് ഉദ്ദേശമുണ്ടാ. നിങ്ങൾ തെറ്റായിട്ട് ജപിച്ചിട്ട് അതിൻ്റെ പാപദോഷം വരുന്നു പറയണത് എന്തുകൊണ്ടാ? നിങ്ങൾ തെറ്റായിട്ട് ജപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. കാരണം ചിലർക്ക് ഭയപ്പെടുത്തിയാലൊക്കെ അവരുടെ ശരിയായത് പഠിക്കുള്ളൂ. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ? കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഗീത നിങ്ങൾക്ക് കോട്ട് ചെയ്തേ മതിയാകും. നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കണോ? ഈ പുണ്യപാപ കർമ്മങ്ങളെ പറ്റി ചിന്തിക്കുക. ഞാൻ പറയുന്ന ഇന്ന് ക്ഷേത്രത്തിൽ പോയാൽ പോലും നിങ്ങൾക്ക് സമാധാനത്തോടെ ദർശനം നടത്തിയിട്ട് വരാൻ പറ്റില്ല. അതിന് നോർത്തിൽ പോയാലും വേണ്ടില്ല, സൗത്തിൽ പോയാലും വേണ്ടില്ല, എവിടെ പുരി ജഗന്നാഥോ എവിടെ പോയാലും വേണ്ടില്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംതൃപ്തി ലഭിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരാം. അവിടെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾ പിന്നെ എന്താ പറഞ്ഞേ, ആ നിമിഷത്തേക്കാണെങ്കിലും തീരുമാനിക്കും ഇനി മേലാൽ ഇവിടെ ഒന്നും വരില്ല. കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എവിടെ ചെന്നാലും കലി ബാധിച്ചവരേ ഉള്ളൂ 75%. അതൊരു ക്ഷേത്രത്തിൽ പോയാലും ഗുരുവായൂർ പോയാലും അടക്കം ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലത്ത് പോലും 75% ഈ ഇതിൻ്റെ മായ കയറി പിടിച്ചിട്ടുണ്ട്. അതിവിടെയാണേലും ഉണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ആർക്കും കയറി പിടിക്കുക. ഇപ്പം കഥവും കൂടെ അടിച്ചാൽ കാറ്റ് പോലും അകത്തേക്ക് കയറില്ല. കാരണം പുറത്ത് മഴ ഭയങ്കര ശല്യ, അതിൻ്റെ ശബ്ദവും കൂടെ ഉണ്ടാകും. ഇവിടുത്തെ പഴയ കഥ അടച്ചു കഴിഞ്ഞാലേ സൗണ്ട് പ്രൂഫാ. പുറത്ത് എന്ത് ശബ്ദം ഉണ്ടായാലും അകത്തേക്ക് കേൾക്കില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു അക്രമവും അസുരന്മാരുടെ ഉണ്ടാവില്ല. ഇതുവരെ ഉണ്ടാകാത്ത ചില ജീവികളെ ഇന്ന് ഞാൻ കണ്ടു ഇവിടെ പുറത്ത്. ഇന്നലെ ആരൊക്കെ പറഞ്ഞു വൈകുന്നേരം വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ മഴ പെയ്തിട്ട് അതും ഇതും കയറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിത് ദിവസവും കാണുന്നതല്ലേ, പാമ്പ് വരെ കയറി വരാറുണ്ട്. എനിക്ക് ഇതിനോടൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഒരു 3-4 കുരങ്ങന്മാർ വന്നിട്ടുണ്ട് ഇവിടെ. ഈ പ്രദേശത്ത് കാണാത്ത വർഗ ഇവിടെ മഠത്തിലുണ്ട്. ഇന്ന് അമ്പലത്തിൻ്റെ മുകളിൽക്കടയൊക്കെ കയറി കണക്കുണ്ട്. എന്താ ഈ ഓടി നടക്കണേ ഈ മഴയത്ത്? എവിടുന്നാ വന്നേന്ന് നോക്കിയപ്പോൾ പൂച്ചയാണോ പട്ടിയാണോ എന്നൊക്കെ നോക്കുമ്പോഴാണ് കുരങ്ങന്മാരാ ഒരു 5 എണ്ണം വന്നിട്ടുണ്ട് ഇന്ന്. ഇനി ഇതിൻ്റെ പിന്നാലെ പടം മുഴുവൻ വാനരസേന വന്നോളും. രാമായണ മാസം വരാൻ പോവാ. ഇവർ അഡ്വാൻസ് ആയിട്ട് വന്നതാ. ഇതാണ് സ്വർഗം. ഈ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുക. അതിനുള്ള സോഴ്സ് എവിടെയാണ് നമുക്ക് കിട്ടുക എന്ന്? അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ ആസ്വദിക്കാൻ പറയണം. നിങ്ങൾക്ക് ഈശ്വരനെ കാണണം. ഇന്ന് മോഹൻജിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ കേട്ടില്ലോ എന്ന് അറിയില്ല. അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞത്? ഈശ്വരനെ കാണണോ, നിങ്ങൾ ഈശ്വരനായിട്ട് മാറണം. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ ശ്രമിച്ചാൽ പിന്നെ അവൻ ഈശ്വരനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അതുകൊണ്ട് ആണ് അടുത്ത ശ്ലോകം നോട്ട് ചെയ്തോളാം. അനന്യ ചിന്ത എന്തോ, ഇതാണ് കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിമാർഗം. ബാക്കി വേദവൈദിക കർമ്മങ്ങളോ ഇല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളോ ഈവൻ വഴിപാടുകളോ, വഴിപാടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തതിനാണ് വഴിപാടായിട്ട് ചെയ്യുക. അതുപോലും ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന കാശിന് അനുസരിച്ച് പോയി റെസീറ്റാക്കി തരുന്നല്ലാതെ ആ റെസീറ്റ്, ദേവസ്വം ബോർഡിൻ്റെ റെസീറ്റ് കണ്ടാൽ ശാന്തിക്കാരന് വരെ ഇറിറ്റേഷൻ ഉണ്ടാകും. കാരണം അയാൾക്ക് അതിനോടൊപ്പം സമർപ്പിക്കുന്ന ദക്ഷിണയാണ് അയാളെ സന്തോഷിപ്പിക്കുക. അല്ലാതെ ഈ ചീട്ട് കണ്ടാലൊന്നും ശാന്തിക്കാർ സന്തോഷിക്കില്ല. അവർക്ക് അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, അന്നേരം അതൊന്നും ചിന്തിക്കില്ല. ഞാൻ ഇത് മനസ്സിലാക്കുന്ന ഇല്ലെങ്കിൽ ഇത് തിരിച്ചറിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നിട്ട് പേരക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പം ശാന്തിക്കാരന് നേരിട്ട് എന്തിനാ ചീട്ടാക്കണം, ദേവസ്ഥന് എന്തിനാ കാശ് കൊടുത്തിട്ടുന്ന കാര്യം, അതിലൊരു 5 പൈസ ഇവിടെ ദേവസ്ഥനും അമ്പലത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ദേവസ്ഥലൊന്നും കൊണ്ടിട്ടില്ല, ഒരു പണ്ണാത്തി പോലും ₹1 കൊണ്ടിട്ടില്ല, ഒരു കാര്യത്തിനും ചീട്ടാക്കില്ല.
ഞാൻ ആ ശാന്തിക്കാരൻ സന്തോഷിച്ചിട്ട് തന്നെ 10 രൂപ അയാൾക്ക് കൊണ്ട് കൊടുത്തിട്ട്, ഇതാ ഒന്ന് പുഷ്പാഞ്ജലി കഴിച്ചോളൂ കേട്ടോ, ഇത് അവിടെ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ഇവിടെ കൊടുക്കും. അയാൾ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യും. ബാക്കിയൊന്നും ഓർത്തില്ലെങ്കിൽ അത് ഓർക്കും അയാൾ. ഇതാണ് പുണ്യഫല പാർട്ടി എന്നത്. നമുക്ക് അതിൽ നിന്ന് എന്ത് കേട്ടു, ഇതൊന്നും ചെയ്യില്ലോ, ഇതൊന്നും എങ്ങനെ ചെയ്യണേ, സ്വത്തയോടാണ് ചെയ്യണേ, ഇതൊന്നും പറയുന്ന പ്രശ്നമില്ല. അതായത് പേരക്കുട്ടിയുടെ പിറന്നാളാട്ടോ, നാളും പേരും പറഞ്ഞു, ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ പൂജ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, ചീട്ടാക്കണ്ടെന്ന് ചോദിച്ചു. ആ കണ്ടു നിന്ന ഒരാളെ, അത് പുറത്തുനിന്ന് എവിടെ നിന്ന് വന്നതാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി ചീട്ടാക്കിക്കോളൂ, എനിക്കൊരു ഇതൊന്നുമില്ല. പിന്നെ അയക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ചീട്ടാക്കണ നിർബന്ധമാണ്, നിങ്ങൾ പോയി ചീട്ടാക്കിക്കോളൂ. അവിടെ എന്ത് ഈ ശ്ലോകം പ്രാബല്യത്തിൽ വരുത്തിക്കൊള്ളും. അനന്യ ചിന്തയന്തോ മാം യേചന പരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം മഹാമ്യം. ഇവിടെ പ്രത്യക്ഷ ഇതിൻ്റെ ഫലം. ഞാൻ 10 പേർക്ക് ഭക്ഷണം കൊടുത്താൽ, എൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ട് ഭക്ഷണം കൊടുത്താൽ, വൈകുന്നേരം ഗുരുവായൂരപ്പൻ്റെ നടയിൽ തന്നെ ഞാൻ പൂജ കഴിക്കുന്നിടത്ത് ആരും ഇവിടെ സോഴ്സ് വരുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടോ അത് അവിടെ എങ്ങനെയെങ്കിലും വരും, ആരെങ്കിലും കൊണ്ടുവന്നിടും. അത്ര കൃത്യമായിരിക്കും. ദിവസവും വരവും ചിലവും ഞാൻ അതാത് ദിവസത്തെ നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് പരിശോധിക്കാം. എങ്ങനെ നമുക്ക് എത്ര ചിലവാകുന്നോ അതിനുള്ള സോഴ്സ് അവിടെ വരും. എൻ്റെ ശമ്പളത്തിൽ നിന്നോ ഇല്ല പെൻഷനിൽ നിന്നോ എടുത്തിട്ട് ഒരു ബാധ്യതയായിട്ട് ഇവിടെ നടക്കുന്ന കാര്യത്തിന് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതാണ് യോഗക്ഷേമം. മറ്റ് ചിന്ത കൂടാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, അനന്യ ചിന്തയെന്തോ മാമേ ജനാ പരിവാസതേ, അത് നിത്യമായിട്ട് വാസിച്ചാൽ പിന്നെ ആ യോഗവും ക്ഷേമവും ഭഗവാൻ നോക്കുന്ന പറഞ്ഞ. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? അപ്രാപ്യസ്യ പ്രാപ്യതേ ഇത് യോഗം. പിന്നെ എന്താണോ പ്രാപ്യമായത് അത് ക്ഷയിക്കാതെ കാത്ത് സംരക്ഷിക്കുന്നതാണ് ക്ഷേമം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ യോഗക്ഷേമം എന്താ? ഒരിക്കലും നശിക്കാത്ത അറിവ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമഹവിദ്യത. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ജന്മം പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നാലും ഇത് നഷ്ടപ്പെടില്ല. ബാക്കി ഭൗതികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത് കിട്ടിയാലും വേണ്ടില്ല, എന്ത് കിട്ടിയാലും അത് ഒരു സൈഡിൽ നിന്ന് വരും, മറു സൈഡിൽ നിന്ന് പോവുകയും ചെയ്യും. വെള്ളം വരുന്ന പോലെ. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മുടെ കൈക്കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം നമ്മൾ അതിനെ വേണ്ട വണ്ണം ഉപയോഗിക്കുക. എന്നാൽ ഈ വരവും ഉണ്ടാവും പോക്കും ഉണ്ടാവും. ശാശ്വതമായിട്ട് ഒന്നും നിൽക്കില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെയാണ്. നമ്മൾ ഒരു ഒഴുക്കിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും റിവേഴ്സ് വരില്ല, റിവേഴ്സ് അടിക്കുകയില്ല. അപ്പം അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന സമയം മറ്റ് ചിന്ത കൂടാതെ കുറച്ച് സമയമാണെങ്കിലും ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കും. നിങ്ങളുടെ കാര്യമൊക്കെ ഭഗവാൻ നോക്കിക്കോളുന്നാ പറഞ്ഞത്. നമ്മൾ ഭൗതികമായിട്ട് നമുക്കുള്ളത് മുഴുവൻ മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ 2 തരത്തിലാണ്. ഒന്ന് മക്കൾ നോക്കുമെന്ന് വിചാരിച്ച മക്കൾക്ക് എഴുതി കൊടുക്കുക, ഇല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടായാൽ നിങ്ങൾക്കുള്ളതൊക്കെ എഴുതി കൊടുത്താലേ, ഇവിടെ സമ്പത്ത് ഡിപ്പോസിറ്റ് ചെയ്താലേ നിങ്ങളെവിടെ നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്താലും നിങ്ങളെ യോഗക്ഷേമമൊന്നും അവരൊന്നും നോക്കില്ല. നിങ്ങളുടെ എല്ലാ കാര്യം നോക്കാന്നൊക്കെ പ്രീ കണ്ടീഷനൊക്കെ ഉണ്ടാവും, എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പ്രാക്ടിക്കൽ തലത്തിൽ അത് ചെയ്യുന്നവർ നോക്കുന്നവർ ഈ പറയുന്ന കരുണയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കണം. അപ്പോഴായിരിക്കും നിങ്ങളുടെ സേവനം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗക്ഷേമം നിങ്ങൾ തന്നെ നോക്കണം. അതിന് മറ്റു ചിന്ത കൂടാതെ ഭഗവാനും കൂടെ ഭജിച്ചാൽ നിങ്ങളുടെ കാര്യമൊക്കെ ഭഗവാൻ ഏറ്റെടുത്തോളും. മറ്റൊരു സോഴ്സിൻ്റെ ആവശ്യകതയൊന്നുമില്ല. ഇല്ലെങ്കിൽ അവരും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ 100-ൽ മനുഷ്യാണാം സഹസ്രേഷു കച്ചില്ലത്തെ ഫലിച്ചയില്ലാതെ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ 100-ൽ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. കൈ കിട്ടാൻ കലിയുകയല്ലേ, കിട്ടാൻ കുറച്ച് വിഷമമാണ്. അപ്പോൾ ഇതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ 24 മണിക്കൂറും ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഒരു സഹസാമം ജയിക്കുകയാണെങ്കിലും മറ്റ് ചിന്ത കൂടാതെ ശ്രദ്ധയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യൂ. അത് ആ ഒരറ്റം സ്വല്പം അഭ്യസ്യധർമ്മസ്യത്രായതോ മഹതോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ വരും.
നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ഇച്ഛിക്കുന്നതും കാര്യമൊക്കെ യോഗക്ഷേമം. നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാത്ത കാര്യം പോലും സാധിക്കും. അപ്രാപ്യസ്യ പ്രാപ്യതേതി യോഗം. യോഗം എന്ന് പറയുന്നത് എന്താ? ഇതുവരെ നിങ്ങൾ ചോദിക്കാത്ത ഇല്ലെങ്കിൽ അർഹിക്കാത്ത കാര്യം സാധിക്കുന്നതാണ് യഥാർത്ഥ യോഗം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അത് നിലനിർത്തി തരും. ഈ യോഗക്ഷേമത്തെയാണ് യഥാർത്ഥത്തിൽ ശ്രേയസ് എന്ന് പറയുന്നത്. എന്താണോ നമുക്ക് ഇതുവരെ കിട്ടാത്തത് കിട്ടുകയും അത് നിലനിർത്തി തരുന്നതും ഭഗവാനാണെങ്കിൽ അതാണ് ശ്രേയസ്. ആ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അതെയോ, ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, കുഴപ്പമില്ല. പിന്നെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കൊണ്ട് ഈ ഓടിച്ചാടി നടന്നോളൂ. നമ്മുടെ ശരീരം പോലും പ്രേസാ. ഇതെന്നല്ലേ നാളെ വീണു പോകും. എങ്ങനെയായാലും വീണു പോകും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വീണ് പോകുമ്പോഴല്ലേ അതുവരെ ആസ്വദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക ഭോഗസുഖങ്ങളുടെ പിന്നാലെ നടന്നാൽ വീണ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, അയ്യോ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ എന്തായിരുന്നു എന്നുള്ള ആലോചിക്കണം. ഓടി നടക്കുമ്പോൾ ചിന്തിക്കില്ല, വീണ് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ എങ്ങനെയാണ് വീണേ, എന്തുകൊണ്ടാണ് വീണേ എന്നൊക്കെ ആലോചിക്കുക. അപ്പോഴത്തേക്ക് ലേറ്റായി പോയിട്ടുണ്ടാവും. ഈ കേരളത്തിലുള്ളവരുടെ ഏറ്റവും വലിയ കുഴപ്പം അതാ. വിവരമുണ്ട്, വിവേകമില്ല എന്ന് പറഞ്ഞാൽ എന്താ? പ്രബുദ്ധതയും അറിവും ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ നാടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വിവരമുണ്ട്. ഉപരിപ്ലവമായിട്ട് പഠിച്ചാൽ ബുദ്ധിയും അതുമൊക്കെ പ്രബുദ്ധതയൊക്കെ ഉണ്ട്. പക്ഷെ അനുഭവജ്ഞാനത്തിൽ ഈ കാര്യത്തിൽ അപ്പോൾ അത് വിവേകമാകില്ല. അപ്പോൾ ഒരിക്കലും യോഗക്ഷേമമാവില്ല. പിന്നെ ബുദ്ധി ഉദിച്ച് അത് അങ്ങനെ ആകാരുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും അത് മറ്റാരുടെങ്കിലും സോഴ്സിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭൗതികമായിട്ട് നമുക്കിവിടെ ഈ വികസനം ഇത്രയധികം ജനങ്ങൾ, 3 കോടി ജനങ്ങളുണ്ടായിട്ടും ആ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സർക്കാരിനും പോലും ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യലും എന്നാൽ അവകാശം വേണ്ടുമെന്ന് കിട്ടുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും സാധിക്കുന്നില്ല. എല്ലാവിധ സംവരണ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുക. അതിന് യോഗ്യത നേടി ആരെങ്കിലും വരണ്ടേ? ജാതി സംവരണം കൊണ്ട് മാത്രം പോസ്റ്റിൽ ആളാവില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ എന്നാൽ യഥാർത്ഥ ദൈവത്തിൻ്റെ നാടായിട്ട് ദൈവത്തിനെ വിചാരിക്കുന്ന അനന്യ ചിന്തയോടുകൂടി എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മനുഷ്യാണ്. സഹസ്രേഷു കച്ചില്ലേ, കോടിക്കണക്കിന് ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വേണ്ട വിധത്തിൽ ദൈവത്തിൻ്റെ പ്രകൃതിയും മരുന്നും മന്ത്രവും യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നവരുടെ ആത്മീയതയും ദൈവത്തിൻ്റെ നാളാണെങ്കിൽ ഇതിലെ പ്രകൃതിയും ഈശ്വര ശക്തിയും കൂടെ യോജിപ്പിച്ച് പ്രവർത്തിക്കണം. അപ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ നാട്, ദൈവത്തിൻ്റെ നാടായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. അനുഭവിക്കുന്നതാണ് വിശേഷജ്ഞാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ അല്പം, ഞാനിപ്പോൾ കേരളത്തിൽ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല, കേരളത്തിൽ തന്നെയാണ് ജനിച്ചതും. അതെ, കൂടുതൽ സമയം ഒരു 17 വർഷത്തേക്കൊക്കെ പുറത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കൂടുതൽ സമയം എൻ്റെ ലൈഫ് ഇവിടെ തന്നെ. ഇപ്പൊ 22 വർഷമായിട്ട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് അനന്യ ചിന്തയന്തോ മാമേ ജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം ഇത് അനുഭവിച്ചറിയാം. കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടല്ലല്ലോ. ഈ ദൈവത്തിൻ്റെ നാടിനെ ദൈവത്തിൻ്റെ നാടാക്കി കണ്ടുകൊണ്ട് അത് സോഴ്സ് എങ്ങനെ നമുക്കത് ആർജിക്കാൻ സാധിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും 100% ഒന്നും പറയാം, 100% ആകാൻ ആർക്കും സാധ്യതയുള്ളൂ. ഗുരുവായൂരപ്പൻ തന്നെ, നമ്മളതൊരു അംശം മാത്രം, അംശങ്ങളിൽ അംശം മാത്രം. അപ്പം അതുകൊണ്ട് ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 24 മണിക്കൂറിൽ ഒരു 20 മിനിറ്റ് സമയമെങ്കിലും ഈ ഒരു ശ്ലോകം പ്രാബല്യത്തിൽ വരുത്തുക. ആദ്യത്തെ 2 ലൈനാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്. കൃപ ലഭിക്കുന്നോ എപ്പോൾ ലഭിക്കുന്നോ നിങ്ങളുടെ യോഗക്ഷേമം. തേഷാം സതതയുക്താനാം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യയുക്താനാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്യ ചിന്തയന്തോ മാം ഏ ജന പര്യുപാസത്തെ, ഏതൊരു ജനമാണോ അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഉപാസതേ പര്യുപാസതേ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വീഴ്ച വരുത്താതെ ചെയ്യണം. അതിനാണ് പര്യുപാസതേ. പിന്നെ എങ്ങനെ വേണം ചെയ്യാൻ? തേഷാം നിത്യാഭിയുക്താനാം, വല്ലപ്പോഴും ഒരിക്കലോ ചടങ്ങെന്നുള്ള നിലയിലോ ചെയ്യേണ്ട കാര്യമല്ല. നിത്യാഭിയുക്താനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിച്ച വിധത്തിൽ നിങ്ങളെ നിത്യയുക്തമായിട്ട് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചുകൊണ്ട്
10-20 മിനിറ്റെങ്കിലും മറ്റ് ചിന്ത കൂടാതെ യുക്തിസഹജമായിട്ട് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വാസനാബലം, ഇഷ്ടദേവതയെങ്കിൽ ഇഷ്ടദേവത, പരദേവതയെങ്കിൽ പരദേവത, ആരെയെ നിങ്ങൾ ഭജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതയെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധയോടെ നിത്യയുക്തമായിട്ട്, നിത്യയുക്തം എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ എന്നർത്ഥം. അതായത് യുക്താഹാര വിഹാരസ് യുക്ത. നമുക്ക് എല്ലാവർക്കും ചിലപ്പം ഒരേ കാര്യം പറഞ്ഞാൽ പൂജ ചെയ്യുന്നതിലോ ഇല്ലേ പുഷ്പം സമർപ്പിക്കുന്നതിലോ വിളക്ക് കത്തിക്കുന്നതിലോ ജപിക്കുന്നതിലോ അവരുടെ സ്വഭാവം ഡിപ്പെൻഡ് അപ്പോൺ യുവർ ക്യാരക്ടർ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് സിദ്ധി നേടാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഫോളോ ചെയ്യൂ. നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ. എന്നിലുള്ളത് പോലെ തന്നെ ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ആ സ്വഭാവം, നിങ്ങളുള്ള ഭാവം പ്രകടമാക്കുന്നതും ഭഗവാൻ. എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പേടിക്കണ്ട, എൻ്റെ സ്വഭാവം ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ സ്വഭാവം. നിങ്ങളിലുള്ള ഭാവവും എന്നിലുള്ള ഭാവവും ഭഗവാന്റെ സോഴ്സിൽ നിന്ന സാന്നിധ്യം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യുക്തിസഹജമായ രീതിയിൽ നിങ്ങൾ ഭജിച്ചോളൂ. എവിടെ ഇരുന്നാൽ ഭജിക്കേണ്ടതെന്നും എങ്ങനെയാ ഭജിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ യുക്തിസഹജമായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലി തീരുമാനം എടുക്കുക എന്നർത്ഥം. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാനൊന്നും പോയേക്കരുത്. മറ്റുള്ളവർ ഇനി കണ്ടിട്ടും പല അഭിപ്രായം പറഞ്ഞു തന്നിരിക്കും. ഡോണ്ട് മൈൻഡ്, അതിലൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് ചെയ്യുന്ന അതാണ് അനന്യ ചിന്തയെന്തോ മാവേചന പറഞ്ഞതിൻ്റെ. അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങൾക്ക് ദുഃഖഭാരമായിട്ട് മാറും. അത് ശരിയാണോ, ഇത് ശരിയാണോ, പിന്നെ സംശയാത്മാവിനെ ചതി. അല്ലെങ്കിൽ തന്നെ സംശയത്തിന്റെ ഭണ്ഡാരമാണ് തുറക്കുക ആദ്യം ഭക്തിയിലേക്ക് വരുമ്പോൾ തന്നെ. അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഈ പലരും പറയണ കേൾക്കാൻ പോയിട്ടാ കുഴപ്പമേ. നിങ്ങളുടെ ചിന്ത അനുസരിച്ചുകൊണ്ട് ഭജിക്കാൻ അഭവം പറഞ്ഞേ. അനന്യ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു ചിന്തയ്ക്കും വശമതനാകാതിരിക്കുക. ഓരോരുത്തരും അവരുടെ ചിന്ത അനുസരിച്ച്, അവരുടെ സോഴ്സ് അനുസരിച്ചും, അവരുടെ അറിവനുസരിച്ചും, അവർ കേട്ടിട്ടുള്ള അനുസരിച്ച്, അവർ ഫോളോ അപ്പ് അനുസരിച്ചും ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുകയോ നിങ്ങൾക്ക് അഭിപ്രായം പറയുകയോ ചെയ്യുക, നിങ്ങളെ കാണിച്ചു തരുകയോ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതൊന്നും അനുകരിക്കാൻ പോരുത്. അനന്യ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു ചിന്തയ്ക്കും വശമതനാകാതെ അവരുടെ ചിന്തയ്ക്ക് വിധേയമായിക്കൊണ്ട് യുക്തിസഹജമായിട്ട് നിത്യയുക്തമായിട്ട് പരിര്യുപാസതേ, വീഴ്ച വരുത്താതെ വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ പോരാം. ചടങ്ങെന്ന പോലെ ശ്രദ്ധയില്ലാതെ ചെയ്താൽ പോരാം. അത് ഒരു ചടങ്ങെന്ന നിലയിൽ ചെയ്യാൻ പോരാം. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നവരുടെ യോഗക്ഷേമമാണ് ഭഗവാൻ നോക്കുക. ഇപ്പം അന്യദേവത അതിനും കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണത്? അന്യദേവത ഭക്ത യജന്ത്യ ശ്രദ്ധയാന്യത തേ അഭിമാമേവ കൗന്ദേയ യജന്ത്യ വിധിപൂർവകം. കൗന്ദേയ യേ അഭിഭക്താഹ, അല്ലയോ അർജുന, യാതൊരു ഭക്തന്മാർ ശ്രദ്ധയാ അന്യത, ശ്രദ്ധയോടുകൂടി അന്യദേവത യജന്തേ, അന്യദേവതകളെ ഉപാസിക്കുന്നുവോ, തേ അഭി, അവരും, അവധിപൂർവകം, വിധിപ്രകാരം അല്ലാതെ, മാം ഏവ യജന്തി, എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. അല്ലയോ അർജുന, യാതൊരു ഭക്തൻ ശ്രദ്ധയോടുകൂടി അന്യദേവതകളെ ഉപാസിക്കുന്നുവോ അവരും വിധിപ്രകാരം അല്ലെങ്കിലും, ആ ഒരു വരി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ? ഈ അന്യദേവതകളെ ഭജിക്കുന്നത് വിധിപ്രകാരം അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താ? എന്നെ ഭജിക്കുന്നു 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ഓർക്കുക. യോ യാം യാം തന്നെ ഭക്തക ശ്രദ്ധയാർച്ചിത് മിച്ചത്. നിങ്ങളുടെ ശ്രദ്ധ അനുസരിച്ചുകൊണ്ട് ഈ തുടക്കത്തിൽ നിത്യയുക്താവ് ആണ് പറയുമ്പോൾ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നോക്കുക, നിങ്ങൾക്കുള്ള ഇഷ്ടദേവതയെ ഭരിക്കാം. പക്ഷെ അത് വിധിപ്രകാരം അല്ല എന്ന് പറയാൻ എന്താ കാരണം? ഈ മറ്റ് ദേവതകളെ ഭജിച്ചിട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്ന യോഗക്ഷേമമൊക്കെ നോക്കിയാലും വേണ്ടില്ല, അത് ഭഗവാൻ തന്നെയാണ് ആ മറ്റ് ദേവതകളോട് തരുന്നത്. പക്ഷേ അങ്ങനെ കിട്ടുന്നത് ശാശ്വതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രേയസായിരിക്കും. അതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ വിധിപ്രകാരമല്ല എന്ന് പറഞ്ഞത്. എന്നെ ഭജിച്ചാലോ പിന്നെ ശ്രേയസ്സാ കിട്ടുക, പ്രേയസല്ല. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. മറ്റ് ദേവതകളെ ഭജിക്കുന്നതുകൊണ്ട് ഇഷ്ടദേവതകളെ ഭജിച്ചോളൂ. തുടക്കക്കാർക്ക് ഇപ്പം ഇത് മാറ്റി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല. അപ്പം അത് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധയോടെ ചെയ്തോളൂ.
പക്ഷേ അത് യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ഉതകില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന വഴിയൊക്കെ താൽക്കാലികങ്ങളായിരിക്കും. അത് പ്രേയസായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ നടക്കും, നിങ്ങൾക്ക് ഭക്തി ദൃഢത ഉണ്ടാക്കി തരും, അതൊക്കെ ശരി. പക്ഷേ അത് കാലക്രമത്തിലെ നിങ്ങൾക്ക് എല്ലാം ഒന്നാണെന്നുള്ള സ്ഥിതിയിലേക്ക് എത്തൂ. ചിലപ്പോൾ 1-2 ജന്മമൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് യഥാർത്ഥ റൂട്ടല്ല എന്നാണ് വിധിപ്രകാരമല്ല എന്ന് പറയുന്നത്. മറ്റ് ദേവതകളെ അല്ല, ഏകദൈവം ആണ് ശരിക്കും ഹിന്ദുധർമ്മത്തിലും പറയുന്നത്. പക്ഷേ 33 കോടി ജനങ്ങൾക്കും 33 കോടി ഇഷ്ടാനിഷ്ടങ്ങളാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അവരവരുടെ യുക്തിസഹിതമായിട്ട് ഇഷ്ടാനിഷ്ടം അനുസരിച്ച് കൊണ്ട് ഭജിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ശരിക്കും നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സോഴ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒന്നിൽ നിന്നാണ് അനേകമായിട്ട് തീർന്നിരിക്കുന്നതും ആ അനേകമാണ് ഒന്നിൽ നിന്നുണ്ടായിരിക്കുന്ന അദ്വൈത അവസ്ഥയിലേക്ക് നമ്മൾ അനുഭൂതിയിലേക്ക് എത്തിയാൽ മാത്രമേ ഇവിടെ ഏകമായ ദൈവത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ഭജിച്ചോളൂ, വിരോധമൊന്നുമില്ല. പക്ഷെ അത് ശാശ്വതമായിരിക്കില്ല. ശാശ്വതമല്ലാത്തത് കൊണ്ടാണ് അത് വിധിപ്രകാരമല്ല, അല്ലാതെ പാടില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭഗവാന് പറയാമായിരുന്നല്ലോ, എന്നെ തന്നെ ഭജിക്കും, മറ്റൊരു ദേവതയും ഭജിക്കണ്ടെന്ന് പറയാമായിരുന്നല്ലോ. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് നിർബന്ധ ബുദ്ധിയാവും, അത് ഫോഴ്സൽ ഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഫോഴ്സ് ചെയ്യലാവും. അത് വേണ്ട എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം നമ്മുടെ ഇഷ്ടാംശങ്ങളും സ്വഭാവവും വ്യത്യസ്തമാണ്. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ നീങ്ങാൻ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ബാക്കി കിടക്കും എന്തെങ്കിലുമൊക്കെ. എന്തുകൊണ്ടാ എനിക്കിഷ്ടമുള്ളത് മറ്റേ ദേവത, എന്നിട്ട് ഞാൻ ഇതിനെ തന്നെ ഭജിക്കണം എന്ന് പറയും. അവിടെയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ദാർഷ്ട്യം ധാർമ്മിക രോഷമൊക്കെ ഉണ്ടാവും. ഞാൻ സന്യാസം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇതാ. കാരണം നമ്മൾ ശങ്കര പാരമ്പര്യത്തിലാണെങ്കിലും ഇപ്പോൾ തൃക്കൈകാട്ടാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ ബ്രഹ്മസമ്മതത്തിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആശ്രമം ചിലപ്പം ഇവിടെ തിരുവാർപ്പ് കോട്ടയത്താണെങ്കിൽ ഈ 3 സ്ഥലത്തും ദേവത വ്യത്യസ്ത. അപ്പോൾ വിധിപ്രകാരമാണോ? അല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ ഉപാസിക്കുന്ന ദേവത ഭജിക്കുന്നത് ശരിക്കും ഉപാസനയായിട്ടുള്ളത് ജോഷിമഠിലുള്ള ഒരു ശങ്കര പാരമ്പര്യത്തിലുള്ള ഒരു ആശ്രമമുണ്ട്. അവിടെയാണ് ലക്ഷ്മി നാരായണന്റെ ഉപാസനയുള്ളത്. അപ്പം ഇങ്ങനെ ഈ വിധിപ്രകാരമല്ലാത്ത സന്യാസി പരമ്പരയിൽ പോലും ഇങ്ങനെ യോ യോ യാം യാം തനു ഭക്തക സദ്ധ്യാർച്ചിതമിച്ചതി എന്ന് പറഞ്ഞിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കുക. അവിടെ സന്യാസം സ്വീകരിക്കുന്ന ആള് അവിടുത്തെ ദേവതയെ ഉപാസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഫോഴ്സൽ ഉപാസനയായിട്ട് മാറും. അവിടെ വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ വരും. ഇവിടെ ഭഗവാൻ പറയുന്നത് മറ്റ് ചിന്ത കൂടാതെ നിത്യയുക്തമായിട്ട് നിങ്ങൾക്ക് ഭജിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഭജിക്കണം. അത് തുടക്കത്തിൽ വിധിപ്രകാരം അല്ലാന്ന് തോന്നിയാലും വേണ്ടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ആ എല്ലാം ഒന്നാണെന്നുള്ള ബോധതലത്തിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ, ചില ഡെഡിക്കേറ്റഡ് ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇതെല്ലാം ഒന്നാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിയിട്ട് നിങ്ങൾ യഥാർത്ഥ ഭക്തനായിട്ട് മാറും. നമ്മൾ അനേക ജന്മങ്ങളായല്ലോ ഈ ചുറ്റിത്തിരിയൽ തുടങ്ങിയിട്ട്. അപ്പോൾ 1-2 ജന്മം കൂടെ ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. നമ്മൾ ഏതായാലും ഇത്രയും കാലം അലഞ്ഞു നടന്നിട്ട് ഇപ്പോഴാ റൂട്ടിൽ കയറിയേക്കണമെന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് എന്തായാലും ഭഗവാനിലേക്ക് എത്താനൊന്നും സാധിക്കില്ല. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എന്താ പറയണേ, സീനിയർ സിറ്റിസൻ്റെ ലൈനിലൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ നിൽക്കുമ്പോഴേ ഓരോരുത്തരുടെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളെ 10, 50, 60 വയസ്സ് വരെ ഇവിടെ വരാറുണ്ടോ, ഭഗവാനെ കാണാൻ വരാറുണ്ടോ, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അന്നേരം ജോലി തിരക്കാതെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ സമയം കിട്ടില്ല തിരുമേനി, ഇപ്പോഴല്ലേ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴേ ഗുരുവായൂരപ്പനെ കാണാൻ ഇങ്ങനെയൊക്കെ സൗകര്യം സീനിയർ സിറ്റിസണുള്ള പോസ്റ്റിലെങ്കിലും നിങ്ങൾക്ക് കയറി നിൽക്കാമല്ലോ. അതൊരു അനുഗ്രഹമായിട്ട് കണ്ടിട്ടും മിണ്ടാതെ ഭഗവാനെ ഭജിച്ച് ഒന്നും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കൂ. അങ്ങനെ എളുപ്പമൊന്നും ഭഗവാനെ കൈക്കിട്ടില്ല. നമ്മൾ നല്ല പ്രായത്തിലൊക്കെ നമ്മൾ രക്തത്തിളപ്പ് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ഓടി നടന്നില്ലേ. ഇപ്പൊ ഈ വയസ്സാം കാലത്താണ് കുറച്ച് ഒന്ന് ഭഗവാനെ ഭജിച്ചേക്കാം, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് നിന്നേക്കാം. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴും ഭക്തി കൊണ്ട് നിൽക്കൂ. അതാണ് അനന്യ ചിന്ത എന്തോ മാമേജന പരിഭാസത്തെ.
നിങ്ങൾ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ, വയസ്സുകാലത്താണെങ്കിലും ഭഗവാനെ അനന്യമായിട്ട് ഭജിച്ചിട്ട് ഭഗവാന്റെ പ്രീതി നേടൂ. അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾ ജനിക്കുമ്പോൾ തൊട്ട് ഭഗവാന്റെ ഭക്തനായിട്ട് മാറട്ടെ. ഒറ്റയടിക്കല്ല എല്ലാവരും വരുന്നത്. അപ്പൊ ഘട്ടം ഘട്ടമായിട്ടാണ് വരിക. അത് ചിലർ വിധിപ്രകാരമുള്ള മാർഗത്തിൽ തുടക്കത്തിലേ വരും, ചിലർ വിധിപ്രകാരം അല്ലാത്തയായിരിക്കും പറഞ്ഞാൽ. ഏത് മാർഗം വന്നാലും വേണ്ടില്ല, ഭഗവാനെ ഭജിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ഭജിക്കുക. അത് മറ്റ് ചിന്ത കൂടാതെ ചെയ്യുക. ഒരു നിമിഷത്തേക്കാണെങ്കിലും, ഒരു മിനിറ്റേക്കാണെങ്കിലും, ഒരു മണിക്കൂറോ അരമണിക്കൂറോ കിട്ടിയാലും അത് മറ്റ് ചിന്ത കൂടാതെ ചെയ്യാൻ ശ്രമിക്കുക. അവധിപൂർവം എന്നതിന് പലരും പലതരത്തിൽ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അജ്ഞാനപൂർവകം എന്നാണ് ശങ്കര ഭാഷ്യം. അതായത് യഥാർത്ഥ അറിവില്ലാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ വിധിപ്രകാരമല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുക എന്നർത്ഥം. അത് ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കുന്നതിൽ പോലും വേണ്ട അറിവില്ലെങ്കിൽ അതുപോലും ശ്രദ്ധയോടെ ചെയ്യില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അവധിപൂർവം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ശ്രദ്ധയോടെ അതിനുള്ള അറിവ് സംശയം തീർത്തുകൊണ്ടായിരിക്കണം ചെയ്യണമെന്നർത്ഥം. അപ്പോഴാണ് യഥാർത്ഥ ഫലം അതിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് പരമാത്മാവിൻ്റെ പരമാത്മ തത്വം അറിയുക തന്നെയാണ്, അറിയാതെ ഇരിക്കുന്നതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ പരമേശ്വരത്വം ഇല്ലെങ്കിൽ യോഗശക്തി അതിശക്തി ഭഗവാന്റെ ആ സോഴ്സ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതിരിക്കുന്നതാണ് അജ്ഞത എന്ന് പറയുന്നത്. ആ അജ്ഞതയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്താലും ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടില്ല. അറിയാതെ ചെയ്താൽ താല്പര്യമില്ലാതെ ചെയ്യും. താല്പര്യമില്ലാതെ ചെയ്യുന്നതിന് അശ്രദ്ധയുണ്ടാകും. അശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുന്നതല്ല. അതാണ് ഇവിടെ അന്യദേവതകളെ ഉപാസിക്കുന്നത് വിധിപ്രകാരമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് കാരണവും എന്നാൽ പരയും അപരയുമായിരിക്കുന്ന പ്രകൃതികൾ രണ്ടും നമ്മൾ അതിൻ്റെ ഉടമയാണല്ലോ. പരാശക്തിയും ഗുരുവായൂരപ്പൻ തന്നെ, നമ്മുടെ അപരാശക്തിയായിട്ടുള്ള ശരീരവും ഭഗവാൻ തന്നെ. അത് രണ്ടും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചേർത്ത് യോജിപ്പിച്ചു വച്ചിരിക്കുന്നതും ഗുരുവായൂരപ്പൻ തന്നെ. ആ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടി ഭജിച്ചാൽ അതൊരിക്കലും അവധിപൂർവകമാകില്ല, അത് വിധിപൂർവകമാകും. അതുകൊണ്ട് ഫലത്തിൽ നിങ്ങൾ ആരെ ഭജിച്ചാലും എന്നെ തന്നെയാണ് ഭജിക്കുക എന്ന് അറിയും. നിങ്ങൾക്ക് ഈശ്വരനെ കാണണോ? എല്ലാത്തിലും ഈശ്വരനെ കാണാം. എല്ലാ ദേവതയിലുമുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്, എല്ലാ ജീവജാലങ്ങളിലുമുണ്ട്. അണുവിലും ഈശ്വരനെ കണ്ടാൽ നിങ്ങൾ ഈശ്വരനായിട്ട് മാറും. അഹം ഹി സർവയജ്ഞാനം ഭോക്താജ പ്രഭുരേവച നതു മാം അഭിജാനാതി തത്വേനാദശ്യവന്തി. ഹി അഹം ഏവ സർവജ്ഞാനം എന്തെന്നാൽ ഞാൻ തന്നെയാണ് സർവയജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭു ച, ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണ്. തുതേ മാം തത്വേന എന്നാൽ അവർ എന്നെ താത്വികമായിട്ട് ആ അഭിജാനാന്തി അറിയുന്നില്ല. അത ചവന്തി അതിനാൽ വഴുതിപ്പോകുന്നു. അതായത് എന്തെന്നാൽ ഞാൻ തന്നെയാണ് സകല യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും, പൂജിക്കുന്നവനും ഭജിക്കുന്നവനും ഫലദാതാവും ഞാൻ തന്നെയാണ്. എന്നാൽ ഈ അജ്ഞത എന്ന് പറയുന്നത് എന്താ? അത് മറ്റ് ദേവതകളെ ഭജിക്കുന്നവര് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് അവധിപൂർവം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. എന്നാൽ അവർ എന്നെ അപ്രകാരം പരമാർത്ഥമായിട്ട് അറിയുന്നില്ല. അതിനാൽ അവർ പല ഇച്ഛുക്കളും സുഖാന്വേഷികളുമായിട്ട് ക്ഷണിക സുഖാന്വേഷികളുമായിട്ട് വഴുതിപ്പോകാനിടവരും. അതിനാൽ അവർ ജനന മരണരൂപമായിരിക്കുന്ന പുനരാവൃത്തിയെ പ്രാപിക്കുകയും ചെയ്യും. അതായത് പ്രേയസിൻ്റെ റിസൾട്ടാണ് പറഞ്ഞത്. പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കൊണ്ട് എന്ത് കാരണം പറഞ്ഞിട്ട് നിങ്ങൾ മറ്റ് ദേവതകളെ ഭജിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ ഇച്ഛിക്കുന്ന ഫലമൊക്കെ കിട്ടും. അത് ഭഗവാന്റെ സോഴ്സിൽ തന്നെയാണ് കിട്ടുക. ഈ ദേവതകളും ഭഗവാന്റെ വിഭൂതി തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും തന്നാലും ഭഗവാന്റെ സോഴ്സിൽ നിന്ന് തന്നെ തരിക. അപ്പോൾ അതുകൊണ്ട് ആ ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ശാശ്വതമല്ല, അത് നശിച്ചു പോകുന്നതാണ്. കുറച്ചു കാലത്തേക്ക് പ്രത്യക്ഷം അതിൻ്റെ സുഖമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. അതൊക്കെ ആസുരി സമ്പത്തായിരിക്കും, അഥവാ പ്രേയസായിരിക്കും. അപ്പോൾ ആ പ്രേയസിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ വീണ്ടും വീണ്ടും പ്രേയസിന് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കും. ആ സ്വഭാവത്തിൽ കയറ്റാവും. വീണ്ടും വീണ്ടും ജനന മരണങ്ങളിൽ ശരീരവും പ്രേയസാണ്. അത് വീണ്ടും കിട്ടുകയും നഷ്ടപ്പെടുകയും കിട്ടുകയും നഷ്ടപ്പെടുകയും ചെയ്യും.
അതുകൊണ്ടാണ് അതിനെ വിധിപൂർവമല്ല. യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയാതിരിക്കുന്നതാണ് സകല യജ്ഞങ്ങളുടെയും സകല കർമ്മങ്ങളുടെയും എല്ലാത്തിൻ്റെയും അധിഷ്ഠാനം ഭോക്താവും പ്രഭുവും ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റ് ദേവതകളെ ഭജിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഇനി മറ്റ് ദേവതകളെ ഭജിച്ചാലോ? യാന്തി ദേവ വൃതാ ദേവാൻ പിതൃ യാന്തി പിതൃവിതാഹ ഭൂതാൻ യാന്തി ഭൂതേച്ച യാന്തി മധ്യാജിനോ. നിങ്ങൾ ഇഷ്ടമുള്ള ദേവതയോ പിതൃക്കളെയോ ആരെയെന്ന് വെച്ചാൽ ഭജിച്ചോളൂ, വിരോധമൊന്നുമില്ല. ഭഗവാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദേവതാ ദേവാൻ യാന്തി, ദേവവൃതന്മാർ ദേവന്മാരെ ഭജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കും, പിതൃക്കളെ ഭജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കും, ഭൂതഗണങ്ങളെ പൂജിക്കുന്നവർ ഭൂതങ്ങളെ ആരാധിക്കുന്നവർ അതിനെ പ്രാപിക്കും, മധ്യാജിനോ മാം അഭിമാം, എന്നെ പൂജിക്കുന്നവർ എന്നെ പ്രാപിക്കും. അവ സോഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു. അന്തിമ ഫലവും ഭഗവാൻ പറഞ്ഞു. ദേവത ആരാധകന്മാർ ദേവന്മാരെയും പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളെയും ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെയും പ്രാപിക്കുന്നു. എന്നെ ആരാധിക്കുന്നവർ എന്നെയും ഭജിക്കും. അതായത് ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചോളൂ. ഏതേത് ദേവതകളെ നിങ്ങളെ ഭജിക്കുന്നുവോ ആ ജീവിതകാലം മുഴുവൻ ഭജിച്ചുകൊണ്ട് ഭരിച്ചാൽ അടുത്ത ജന്മത്തിലും നിങ്ങളുടെ ഇഷ്ടദേവത അത് തന്നെയായിരിക്കും. അതാണ് ആ ദേവതാപ്രാപ്തി എന്ന് പറയുന്നത്. പിന്നെ പിതൃക്കളെ അച്ഛനെ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആരാധിക്കുകയും ജീവിച്ചിരിക്കുമ്പോൾ ആരാധിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അവരെ ആരാധിക്കുക ചെയ്തുകൊണ്ടിരുന്നാൽ അവരായിട്ട് ജനിക്കും എന്ന് പറഞ്ഞാൽ എന്താ? പേരക്കുട്ടിയായിട്ടോ അതേ കുടുംബത്തിൽ തന്നെ അത് കുറച്ചു കാലം പിതൃലോകത്തിൽ പോയിട്ട് തിരിച്ച് അതേ പരമ്പരയിൽ വന്ന് വീണ്ടും ജനിക്കാനിട വരും. അതാണ് പിതൃക്കളെ അല്ലെങ്കിൽ കാരണവന്മാരെ ലിമിറ്റ് കൂടുതൽ ഭജിച്ചാൽ അവരായിട്ട് ജനിച്ച് തിരിച്ചു വരേണ്ടി വരും. പിന്നെ മറ്റ് ഭൂതങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക വസ്തുക്കളെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ശ്രേഷ്ഠം. ശരീരമാണ് ശ്രേഷ്ഠം എന്ന് വെച്ചാൽ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ 100% നോക്കണം. പക്ഷെ ലിമിറ്റിൽ കൂടുതൽ മമതാ ബന്ധവും ശരീരമാണ് സകലതും എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഭൗതിക വസ്തുക്കളിൽ ഭ്രമിച്ച് ഭൗതികം ആയിട്ടുള്ള ഉണ്ടായിട്ട് നശിച്ചു പോകുന്ന വസ്തുക്കളൊക്കെ അതിഭൂതമാണെന്ന് പറഞ്ഞു. അതിനെ ആരാധിക്കുന്നവർ അതായിട്ട് ഭവിക്കും. മനസ്സിലായില്ലേ? മറ്റു ഭൂതഗണങ്ങളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ചില മരങ്ങൾ വളർത്തുന്നതിൻ്റെ പിന്നാലെ പോകും. ചിലർ മറ്റ് ജീവികളെ വളർത്തി അതിനോട് ഇഷ്ടം തോന്നിയിട്ട് അതിനെ ഊണിലും ഉറക്കത്തിലും പരിപാലിച്ചുകൊണ്ടിരിക്കും. ചിലർ ആനപ്രേമികളായിരിക്കും, ചിലർ പാമ്പിനെ പ്രേമിക്കുന്നവരായിരിക്കും. ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഏത് വസ്തുക്കളിലും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കാന്ന് പറഞ്ഞാലും അതും ഒരു തരത്തിൽ ഭജനമാണ്. അപ്പോൾ എന്തു പറ്റും? അടുത്ത ജന്മത്തിൽ ഇല്ലെങ്കിൽ അവരതായിട്ട് മാറും, ആ ഭൂതഗണങ്ങളായിട്ട് മാറും. എന്ത് നമ്മളെ അനന്യാ ചിന്ത എന്തോ മാം എന്ന് പറയുന്ന മറ്റ് ചിന്ത കൂടാതെ അവസാന കാലം വരെ എന്ത് ചിന്തിക്കുന്നോ എന്ത് വാസനാബലം ഉണ്ടാക്കുന്നോ അതനുസരിച്ചുള്ള ജന്മത്തിലേക്ക് പോകാനിട വരും. അതിൻ്റെ ഇടയിൽ അതുപോലെയുള്ള ജീവജാലങ്ങളുടെ ഭൂതഗണങ്ങളുടെ ഇടയിൽ വന്ന് ജനിക്കുക, അല്ലെങ്കിൽ മറ്റ് ദേവതകളെ ഭജിക്കുന്നവർ മറ്റ് ദേവതകളെ ആരാധിക്കുന്ന അവസരിക്കുക അങ്ങനെ ഒരു ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും ജന്മത്തിലേക്ക് പോകാനിട വരുമ്പോൾ സാത്വികനായിട്ടിരിക്കുന്നയാൾ സാത്വികനായിട്ട് തന്നെ ജീവിതകാലം നയിച്ചാൽ സാത്വികനായിട്ട് തന്നെ ജനിക്കും. രജോ ഗുണം തമോ ഗുണം ആധിക്യത്തോടു കൂടി രജോ ഗുണത്തിന് ആധിക്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ മനുഷ്യഗണത്തിൽ തന്നെ വന്ന് ജനിക്കും. തമോ ഗണത്തിന് ആധിക്യമുള്ളവർ ഭൂതഗണങ്ങളായിട്ടും ഇല്ലേ മറ്റ് പക്ഷിമൃഗാദികളായിട്ടും അധോ ജന്മത്തിലേക്ക് പോകാനിട വരും എന്നൊക്കെ ഗുണത്രയം പറയുമ്പോഴും പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ജന്മത്തിൽ എന്തിനെയാണോ അനന്യ ചിന്തയോടുകൂടി ഭജിക്കുന്നത് അതനുസരിച്ചായിരിക്കും അടുത്ത ജന്മം എന്ന് കണക്കാക്കിയാൽ മതി. എന്തിനാണോ വാസനാബലം ഉണ്ടാക്കുന്നത് അതായിരിക്കും അതായിരിക്കും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്നിട്ട് ജീവനെ കൊണ്ടുപോയി ചാടിക്കുന്നതും നിങ്ങളുടെ ഈ ജന്മത്തിലെ വാസനാബലം അനുസരിച്ച് കൊണ്ടായിരിക്കും എന്നർത്ഥം. അതാണ് ഇപ്പം 16 തൊട്ട് 25 വരെയുള്ള ശ്ലോകമാണ് ഇന്നടുത്തത്. ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർക്കേണ മഹിം മഹീഷാഗോ ബ്രാഹ്മണേഭ്യ സുഖം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഒരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമോദകിം സരസ്യം കരുണാസമുദ്രം യഥാ സഹായമതിസുന്ദരമന്ദകാസം അതാലയേശമനിശം ഹൃദി ഭാവയാമി. അതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ദ്വാരപാശരണം ദ്വാരപാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.